PCB പണ്ട് തൊട്ടേ വലിയ ആഗ്രഹമായിരുന്നു. കാരണം അച്ഛനൊരു ഇലക്ട്രീഷ്യൻ ആണ്. അപ്പോൾ അച്ഛൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ റോഡിലൊക്കെ പോകുമ്പോൾ ഈ ട്രാൻസ്മിഷൻ ടവറും ഒക്കെ ലൈനും ഒക്കെ കാണുമ്പോൾ അച്ഛൻ അത് നോക്കിയിട്ട് ഇത് 33 kV ഇത് 66 kV ആണ്. അപ്പോൾ ഓരോ തവണ ഒരു എക്സാം കിട്ടാതാവുമ്പോൾ ഞാൻ വർക്ക് ചെയ്തത് കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ടായിരിക്കും. അപ്പൊ കുറച്ചും കൂടി എഫേർട്ട് ഇടുക. ക്ലാസ്സിൽ ഒരു 60 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ടോപ്പ് 30, അത്രയും പോലും ഇല്ലാത്ത ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ ബിടെക് ലെവലിൽ. അത് ആരും ചെയ്യാൻ പാടില്ലാത്തതാ. കാരണം ഞാൻ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് അറിയാത്ത എന്തൊക്കെയോ അതിൽ ചോദിച്ചു, ഈ സ്റ്റാറ്റ്കോ എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര പാടാ, ഇതൊക്കെ എപ്പൊ ഞാൻ പഠിച്ചെടുക്കുന്ന അപ്പോഴേ എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ചു. ഞാൻ അത് പഠിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് RRB JEE ഞാൻ പറഞ്ഞതുപോലെ ടെക്നിക്കൽ സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാഞ്ഞത്. വളരെ സിമ്പിൾ എക്സാം ആയിരുന്നു, ഒത്തിരി വേക്കൻസി ഉള്ള. ഈ 2 എക്സാമിൽ വന്ന ആ ഒരു ഫെയിലിയർ ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മടിച്ച് പിന്നോട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ വിചാരിച്ചു ഇത് വേക്കൻസി കുറവല്ലേ. നമ്മളിപ്പോ കേരള PSC എയിം ചെയ്യുമ്പോൾ സബ് എഞ്ചിനീയർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂസ്ലി എക്സാംസ് വരുമല്ലോ. അപ്പോ ഇൻസ്പെക്ടറേറ്റ് കഴിഞ്ഞു, ഗ്രേഡ് 1 വന്നു, സബ് വന്നു, AE വന്നു, AP വന്നു, എന്തോരം എക്സാംസ് വന്നു. അതെ, പോളി വന്നു. അപ്പോ ഇത്രയും എക്സാംസിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നോട്ട്സ് എഴുതാണ്ടിരുന്ന എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. എനിക്കത് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. സബ് ഞാൻ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആവേശത്തിൽ എഴുതിയ എക്സാം ആയിരുന്നു. സബിന് പോലും ഒരു സിംഗിൾ ഒരു ആൻസർ അല്ല. അതായത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുമ്പോ ഇപ്പോ 1 or 2 അങ്ങനെ 1 and 2 അങ്ങനെ ഏതൊക്കെയാണ് ശരി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് കൺസെപ്ഷ്യൽ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്ത് തന്നെ അത് മനസ്സിലാക്കി തന്നെ പോവുമായിരുന്നു. നമ്മളൊരു എക്സാം ടഫ് ആവുമോ എന്ന് പേടിക്കുന്നത് പോലെയാ. മറക്കുന്നത് എല്ലാരും മറക്കും. മനുഷ്യനല്ലേ, മറവി വരും. എന്നെക്കാളും ചിലപ്പോ എന്റെ വീട്ടുകാരായിരിക്കും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവുക. തൊട്ടടുത്ത റൂമിൽ അവൻ ഉച്ചത്തിലൊന്ന് പാട്ട് വയ്ക്കാനൊന്നും ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. സബിന്റെ എക്സാമിന്റെ മുന്നേ ആയിരുന്നു IPL ഫൈനല്. അപ്പൊ അന്ന് ചെന്നൈ വിൻ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പൊ ആ മാച്ച് ഒന്നും എനിക്ക് മിസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരെങ്കിലും ബിടെക് പോകണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പറയും, അതെ അവള് ബിടെക്കും എംടെക്കും ഒക്കെ എടുത്തിട്ട് എന്താ വീട്ടിലിരിക്കുവാണല്ലോ. കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ UP സ്കൂളായിരുന്നു, വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളായിരുന്നു. അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ കുട്ടികളോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ നാട്ടുകാരെന്ന് പറയുന്നത് അങ്ങനെ ഇന്റൻഷനലി ഒന്നും അല്ല. നമ്മുടെ വീട്ടില് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക, കുറച്ച് സ്വൈര്യം കൊടുക്കുക, സമയം കൊടുക്കുക, കുറച്ച് ടൈം എടുക്കും എന്ന് എല്ലാരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഠിക്കാൻ തുടങ്ങണോ എന്നാണ് എല്ലാരും ചോദിക്കുന്നത്. ഞാൻ പറയും എന്തിനാ ഡൗട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യും. നമ്മള് തന്നെ നമ്മുടെ കാര്യങ്ങൾ വേറെ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെയാണല്ലോ എന്ന രീതിയിൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ജോലി ഉള്ള ഒരാൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതും 0-ൽ നിൽക്കുന്ന ഒരാൾ പ്രിപ്പയർ ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഒരു 20-ാമത്തെ അല്ലെങ്കിൽ 21-ാമത്തെ വയസ്സിൽ ജോലി വാങ്ങുക, 25-ാമത്തെ വയസ്സിൽ വീട് വയ്ക്കുക, 30-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുക, അങ്ങനെയൊന്നും അല്ലല്ലോ എല്ലാവർക്കും. രാവിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റാണ് ബുക്കും പിടിച്ചിരുന്ന് ഞാൻ കരയുന്നത്. അപ്പോ ആ സിറ്റുവേഷൻ ഒക്കെ ഓവർകം ചെയ്ത് ഞാൻ ഇപ്പൊ അതാണ് എന്റെ ലൈഫ് ഒരു ആൻസർ ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് ബിലീവ് ദി ടൈമിങ്സ് ഓഫ് യുവർ ലൈഫ് എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. സക്സസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇലക്ട്രിക്കൽ കോമ്പറ്റീറ്റീവ് എക്സാംസിന്റെ ഒരു സ്റ്റാർ സ്റ്റുഡൻ്റ് ആണ്. ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ മൾട്ടിപ്പിൾ എക്സാംസിൽ ടോപ്പ് റാങ്ക് നേടിയ ശരണ്യാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശരണ്യ, നമസ്കാരം. നമുക്ക് ശരണ്യോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇത്രയധികം എക്സാംസിന് ടോപ്പ് റാങ്ക് നേടാൻ സാധിച്ചത്? ഈ പ്രിപ്പറേഷൻ ജേർണി എങ്ങനെയായിരുന്നു? എന്തൊക്കെ പ്രതിസന്ധികളാണ് ശരണ്യ ഓവർകം ചെയ്തത്? അതുപോലെ തന്നെ ശരണ്യയുടെ സക്സസ് ടിപ്സ് എന്താണ്? ഒരു പ്രിപ്പറേഷന്റെ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്കും എങ്ങനെ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസ് ടോപ്പ് ചെയ്യാൻ സാധിക്കും? ഇതെല്ലാം നമുക്ക് ശരണ്യയിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം.
നമ്മുടെ സക്സസ് സ്റ്റോറീസിലേക്ക് പോകുന്നതിന് മുമ്പ് ശരണ്യക്ക് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാമോ? എങ്ങനെയായിരുന്നു ശരണ്യയുടെ തുടക്കം, ശരണ്യയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ വീട് കൊല്ലം ജില്ലയിലാണ്. പ്രോപ്പർ നെടുമൺകാവ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഞാൻ ബിടെക് 2017 പാസ് ഔട്ട് ആണ്. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. എംടെക് NIT സുറത്കൽ നിന്നായിരുന്നു. 2020 പാസ് ഔട്ട് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാള് ഞാനൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ കോവിഡ് ടൈം ആയിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഞാൻ എംടെക് സെക്കൻഡ് ഇയറിൽ ഇന്റേൺഷിപ്പ് ചെയ്തത് ബാംഗ്ലൂർ ഒരു കമ്പനിയിലായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഈ ഒരു കോളേജിൽ ജോബ് ചെയ്യുന്നതിന്റെ പാരലായിട്ടാണ് ആദ്യം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ്ലി പ്രിപ്പറേഷനിലേക്ക് വരുമായിരുന്നു. ഒരു കോവിഡ് ടൈം തൊട്ട് തുടങ്ങിയ ഒരു ജേർണി ആയിരുന്നു. ആദ്യം കുറച്ച് ഇലക്ട്രീഷ്യൻസിന്റെ എക്സാം, പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു സീരിയസ് ആയിട്ടുള്ള ഇൻസ്പെക്ടറേറ്റ്, PWD ഗ്രേഡ് 1, സബ് എഞ്ചിനീയർ, അങ്ങനെ ആ ജേർണി കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. ശരണ്യ എങ്ങനെയാണ് ഈ ഒരു PSC ജേർണിയിലേക്ക് വന്നത്? അതായത് PSC പഠിച്ചൊരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. കാരണം ആദ്യം ഇതെല്ലാം ഈ എക്സാമിന് ടോപ്പ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമുക്കൊരു തീരുമാനം ഉണ്ടാവണമല്ലോ. അതായത് ഞാൻ ഈ എക്സാമാണ് അല്ലെങ്കിൽ ഇന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് ഞാൻ മുന്നിൽ കാണുന്നത്. ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതായത് PSC ജോലിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? PSC ജോലി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ് എന്ന് അങ്ങനെ ഒരു എയിം ഇല്ലായിരുന്നു. പക്ഷെ KCB പണ്ടോട്ടെ വലിയ ആഗ്രഹമായിരുന്നു. കാരണം അച്ഛൻ ഒരു ഇലക്ട്രീഷ്യൻ ആണ്. അപ്പോ അച്ഛൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോ റോഡിലൊക്കെ പോകുമ്പോ ഈ ട്രാൻസ്മിഷൻ ടവറും ഒക്കെ ലൈനും ഒക്കെ കാണുമ്പോൾ അച്ഛൻ അത് നോക്കിയിട്ട് ഇത് 33 kV ഇത് 66 kV അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന ഒരാളായിരുന്നു. നിർത്തി ഒരു ട്രാൻസ്ഫോമർ കാണുമ്പോൾ അതിന്റെ ഐസൊലേറ്റർ പാർട്സ് അങ്ങനെയൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അച്ഛൻ ആക്ച്വലി അക്കാദമിക്കലി അച്ഛൻ ഒരു എഞ്ചിനീയർ ഒന്നും അല്ല. പക്ഷെ ഇങ്ങനെ നാട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ട് ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് അച്ഛൻ അങ്ങനെയുള്ള നോളജ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു KCB. അപ്പൊ എങ്ങനെയെങ്കിലും ബിടെക് എടുക്കണം അച്ഛൻ. എന്നിട്ടും ഇങ്ങനെ പറയായിരുന്നു മറ്റേ ഇലക്ട്രീഷ്യൻ ലൈസൻസ് ഒക്കെ എടുക്കണം എന്നൊക്കെ എന്നോട് പണ്ടോട്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ KCB ചെറുതിലെ എയിം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കണം, KCBയിൽ കിട്ടണം എന്നുള്ളൊരു എയിം തന്നെയായിരുന്നു അപ്പോഴും. പക്ഷെ ബിടെക്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കോളേജിലൊരു ക്ലാസ്സിൽ ഒരു 60 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ടോപ്പ് 30, ഐ മീൻ അത്രയും പോലും ഇല്ലാത്ത ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ ബിടെക് ലെവലില്. കാരണം അത്ര നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളായിരുന്നു പെരുമണിലെന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്ലേസ്മെന്റിൽ എനിക്ക് ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് KCB എക്സാം വരുന്നത് എന്ന് ചിന്തിച്ചിട്ടായിരുന്നു പിന്നെ നിന്നിരുന്നത്. അപ്പോൾ കരുതി ഗേറ്റ് കോച്ചിങ് പോവാം, അതാവുമ്പോൾ കുറച്ചും കൂടി ബേസിക്സ് ഒന്ന് ക്ലിയർ ആവും ബിടെക് പഠിച്ചത്. അങ്ങനെ കരുതി ഗേറ്റ് കോച്ചിങ് പോയി. പിന്നെ ആ സമയത്തും നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല. അപ്പൊ കരുതി ഓക്കെ എംടെക് ജോയിൻ ചെയ്യാം, നോട്ടിഫിക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ എംടെക് ഡ്രോപ്പ് ചെയ്തിട്ട്. കാരണം എംടെക് എന്ന് പറഞ്ഞൊരു എയിമേ എനിക്ക് ഉണ്ടായിരുന്നില്ല. സബ്ജക്റ്റിന്റെ ടച്ച് വിട്ടുപോകാതെ പഠിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം എംടെക് എടുക്കാൻ പോയതാ. അപ്പൊ അങ്ങനെ എംടെക് ജോയിൻ ചെയ്തു. എന്നിട്ട് കുറെ ഡിലേ വന്നു KCB. പിന്നെ കോവിഡ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നു. പിന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ക്വാളിഫൈ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം പലപ്പോഴും നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവുമല്ലോ. അതായത് എനിക്ക് അത് ഒരു എക്സാമോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മളൊരു സെൽഫ് ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ PSC പഠിച്ച് നമുക്ക് ഇന്ന KCB ആണെങ്കിലും മറ്റു വരുന്ന എക്സാംസ് ആണെങ്കിലും ക്വാളിഫൈ ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു ശരണ്യക്ക്? അതായത് നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ടോപ്പർ അല്ല, അല്ലെങ്കിൽ ഞാൻ ബിടെക് പഠിക്കുന്ന സമയത്ത് ഞാൻ 9 പോയിന്റർ അല്ല, അങ്ങനൊരു സെൽഫ് ഡൗട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ PSC തുടങ്ങുമ്പോഴും അത് മുന്നോട്ട് പോകുമ്പോഴും ഒക്കെ? PSC തുടങ്ങുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാല് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ചിലപ്പോൾ ഒരു ടോപ്പ് 10 സ്റ്റുഡൻസ് എടുത്താൽ ചിലപ്പോൾ ഞാൻ കാണും. പക്ഷെ ഞാൻ ബിടെക്കിന് പോയപ്പോഴാണ് ഞാൻ പഠിച്ച സ്കൂളല്ല, അതായത് കുറച്ചും കൂടി നല്ല സ്കൂൾ. ഞാൻ മലയാളം മീഡിയത്തിലാണ് 10ാം ക്ലാസ് വരെയും പഠിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കുറച്ചും കൂടി നല്ല സ്കൂളിലൊക്കെ പഠിച്ച കുട്ടികളും അവരൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ബിടെക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആക്ച്വലി അവിടെ കുറച്ചും കൂടി എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മൾ പഠിച്ചതുപോലൊന്നും അല്ല എന്നൊക്കെ ബിടെക് സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അത്ര ടാലന്റഡ് അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു കൺസെപ്റ്റ് നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു 20 മിനിറ്റ്സിൽ മനസ്സിലാവുമായിരിക്കും.
പക്ഷെ നമുക്ക് അത്രയ്ക്ക് ടാലന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവർ എടുത്താലും, അതായത് അത്രയും കൂടി നമ്മൾ വർക്ക് ചെയ്താലും നമുക്ക് ആ കൺസെപ്റ്റ് പിടികിട്ടും. അപ്പൊ എന്താ, നമ്മൾ അവരെക്കാളും നമുക്ക് ടാലന്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ കരുതി ഓക്കെ കുഴപ്പമില്ല, ഞാൻ കുറച്ചും കൂടി വർക്ക് ചെയ്യാൻ റെഡി ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ആദ്യമേ ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നേടണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലിമിറ്റേഷൻസ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, എനിക്ക് എവിടെയാണ് കിട്ടാത്തത്. അപ്പോൾ ആദ്യം അതാണ്, നമ്മൾ ഫെയിലിയറിനെ പേടിക്കാതെ നമ്മുടെ ലിമിറ്റേഷൻസ് എല്ലാം ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ബീറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക. അങ്ങനെയായിരുന്നു. കുറച്ചും കൂടി ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ ചെയ്താൽ മതി എന്ന് തോന്നി. ഇപ്പോൾ ഈ സെൽഫ് ഡൗട്ട് പലതവണ വന്നിട്ടുണ്ട്, അതെല്ലാം ഈ ഒരു എക്സ്ട്രാ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഓവർകം ചെയ്യുന്നത്. സെൽഫ് ഡൗട്ട് വന്ന സമയത്തെല്ലാം എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു, കുഴപ്പമില്ല, കുറച്ചും കൂടി വർക്ക് ചെയ്യണമായിരിക്കും. ഇപ്പൊ ഓരോ തവണ ഒരു എക്സാം കിട്ടാതാവുമ്പോ ഞാൻ വർക്ക് ചെയ്തത് കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ടായിരിക്കും. അപ്പൊ കുറച്ചും കൂടി എഫേർട്ട് ഇടുക നമ്മുടെ സൈഡിൽ നിന്ന്, അതിന് നമുക്ക് പറ്റുമല്ലോ. 24 hours കിടക്കുമല്ലേ ഒരു ദിവസം, മാക്സിമം ഒരു ആദ്യം ഒരു 4 hours ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ അത് 8 ആക്കുക, 10 ആക്കുക, നമുക്ക് എത്ര വേണേലും വർക്ക് ചെയ്യാലോ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുമായിരുന്നു. ശരണ്യ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു ഒരു സ്റ്റഡി പ്ലാൻ, അല്ലെങ്കിൽ ഒരു വ്യക്തമായ ടൈം ടേബിൾ ഉണ്ടായിരുന്നോ? അത് പഠിച്ച് തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു കേർവാണ് നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഡെഫിഷ്യൻസിയും അതുപോലെ നമ്മളൊരു കാര്യം പഠിക്കാൻ റിവൈസിന് എടുക്കുന്ന സമയമായിരിക്കില്ല നമ്മൾ പ്രിപ്പറേഷൻ എൻഡിലേക്ക് എത്തുമ്പോൾ. അപ്പം ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ഒരു ഡെയിലി ബേസിസ് തൊട്ടൊന്ന് പറയാമോ? ആക്ച്വലി ഇത് പല ഫേസിലായിട്ടാണ്. അതായത് ഞാൻ എംടെക് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കൂടുതൽ എക്സാമിന്റെ ഞാൻ 2020 ആണ് എംടെക് പാസ് ഔട്ട്, അതായത് ആ കോവിഡിന്റെ ടൈമിൽ. അപ്പൊ ആ സമയത്ത് PSC എക്സാംസ് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സബിന്റെ ഒന്നും വന്നിട്ടില്ല ആ ടൈമിൽ. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കോവിഡ് സമയത്ത് ഞാൻ തെരേജയുടെ ടെക്സ്റ്റും കുറച്ച് മെഷീൻസിന്റെയും പവർ സിസ്റ്റത്തിന്റെ ഒക്കെ ടെക്സ്റ്റ് വായിക്കാൻ സമയം കണ്ടെത്തിയായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് കൺസെപ്റ്റ്സ് ഒക്കെ എഴുതി വെച്ചു. അത് അന്നൊരു എക്സാമിന് വേണ്ടി എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തതല്ല, ജസ്റ്റ് എനിക്ക് എന്താണ് എംടെക് ഞാൻ മെക്കട്രോണിക്സ് ആയതുകൊണ്ട് കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ടച്ച് കംപ്ലീറ്റ്ലി പോയിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം വന്ന നോട്ടിഫിക്കേഷൻസ് ഇലക്ട്രീഷ്യൻസ് കുറച്ച് എക്സാംസ് ആയിരുന്നു, ഏതൊക്കെയോ അഗ്രികൾച്ചറോ അങ്ങനെ എവിടെയൊക്കെയോ കുറച്ച് ഇലക്ട്രീഷ്യൻസിന്റെ ഇതായിരുന്നു. അപ്പോൾ അതിന്റെ സിലബസ് നോക്കിയപ്പോൾ അത് കൂടുതലും നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് കുറച്ച് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതായിരുന്നു ആദ്യം അങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. പിന്നീടാണ് ഇൻസ്പെക്ടറേറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്, അതായിരുന്നു ആദ്യത്തെ എക്സാം. അപ്പോൾ ഞാൻ ആക്ച്വലി സ്കോർ അക്കാദമി എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ ഇൻസ്പെക്ടറേറ്റ് ഈ പറഞ്ഞ പോലെ കുറെ അതാരും ചെയ്യാൻ പാടില്ലാത്തതാ. കാരണം ഞാൻ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് അറിയാത്ത എന്തൊക്കെയോ അതിൽ ചോദിച്ചു, ഈ സ്റ്റാറ്റ്കോ എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര പാടാ, ഇതൊക്കെ എപ്പോൾ ഞാൻ പഠിച്ചെടുക്കും എന്ന്. അപ്പോഴേ എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ചു, ഞാൻ അത് പഠിച്ചില്ല. ഇൻസ്പെക്ടറേറ്റിന് വളരെ പവർ സിസ്റ്റം മെഷീൻസ് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് മാത്രം നോക്കി എക്സാം ക്രാക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം പോലും ഇല്ലാണ്ട് പോയിട്ട് ആ എക്സാം എഴുതി. എന്നിട്ടും അതിൽ എത്ര 52, എന്തായാലും ജോലി കിട്ടാനുള്ള ഒരു റാങ്ക് അതിൽ കിട്ടിയില്ല. അപ്പോൾ പക്ഷെ എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ചു, അന്നേ ഞാൻ സ്കോർ അക്കാദമി ഒക്കെ എടുത്ത് പഠിച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി എന്തെങ്കിലും, അതായത് എവിടെന്നെങ്കിലും ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ അതിരുന്ന് പഠിച്ചേനെ. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചില്ല, അതെനിക്ക് കിട്ടില്ല, അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്, അത്ര ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് പോലും ഈ ഒരു 50 റാങ്കിലേക്കൊക്കെ എത്തിയായിരുന്നു. അപ്പൊ ഞാൻ കരുതിയില്ല, ഈ സെൽഫ് ഡൗട്ടും അതൊന്നും പാടില്ല. കാരണം ഒരു എക്സാം ഒരാൾക്ക് പാടാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും പാടായിരിക്കും ഒരു എക്സാം. അപ്പോൾ നമ്മളിപ്പോ ആ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് മാക്സിമം ഇടുക. ബാക്കി നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പം നമ്മുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് മാക്സിമം ഇടുക എന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുന്നേ ദേവസ്വം ബോർഡ് ഓവർസിയർ ഗ്രേഡ് 1 എക്സാമും ഉണ്ടായിരുന്നു. അത് ഈ ഇൻസ്പെക്ടറേറ്റിന് 1 മാസം മുന്നേ എന്തോ ആയിരുന്നു. അതിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ ജോലി കിട്ടില്ലായിരുന്നു. ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റാങ്കിലേക്ക് എത്തിയില്ല. അതിനുശേഷമാണ് സബും PWD ഓവർസിയർ ഗ്രേഡ് 1 ഒക്കെ എക്സാംസ് വരുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ഞാൻ പഠിച്ചു. ഈ വേറെ ഒന്നിനെ കുറിച്ച് ഈ 2 എക്സാമിൽ വന്ന ആ ഒരു ഫെയിലിയർ ഉണ്ടായപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ മടിച്ച് പിന്നോട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ വിചാരിച്ച ഇത് വേക്കൻസി കുറവല്ലേ, ബാക്കിയുള്ളവർ കേറിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്തിനാ പിന്നോട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെയാണ് പ്രോപ്പർ ആയിട്ടൊരു ഗൈഡൻസ് ഇപ്പൊ നമ്മുടെ സ്കോർ അക്കാദമി എടുത്തിട്ട് ഞാൻ അത് ഫോളോ ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അതായത് അതുവരെ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചിട്ട് എനിക്ക് ഇതൊക്കെ കിട്ടിയുള്ളൂ. ഭയങ്കര മോട്ടിവേഷൻ ഭയങ്കര കുറവായിരുന്നു, ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു.
പിന്നീടാ പഠിച്ചു തുടങ്ങിയത്. ഓക്കെ, ഇവിടെ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അതായത് വേക്കൻസി കുറവായിരിക്കും, അതുപോലെ തന്നെ ഇത് എക്സാം ടഫ് ആയിരിക്കും, നമുക്ക് കിട്ടില്ല. ഈ തോട്ട്സ് ഒക്കെ വരുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ ടെലഗ്രാമിലും അങ്ങനെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ ചില വീഡിയോസിന്റെ യൂട്യൂബിന്റെ കമന്റ്സ് ആയിട്ടൊക്കെ കാണാറുണ്ട്. അപ്പം അത് കണ്ട് ഡീമോട്ടിവേറ്റഡ് ആവുന്ന പല കുട്ടികളും ഉണ്ട്. അവരോട് എന്താ ശരണ്യക്ക് പറയാനുള്ളത്? ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, ആ ഒരു അങ്ങനെ ശരണ്യെ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനത്തെ കമന്റ്സും അങ്ങനത്തെ ടെലഗ്രാം ഗ്രൂപ്പിലുകൾ, സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ഉള്ള റാൻഡം ആയിട്ടുള്ള മെസ്സേജസ് ഉണ്ടാവാറില്ല. പലപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ ഡീമോട്ടിവേറ്റിംഗ്. അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ച്വലി ചെവി കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഏർപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എനിക്ക് നല്ലൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും സ്കോർ അക്കാദമി എടുത്ത് പഠിച്ചവരാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡെയിലി വീഡിയോ ഇടുമ്പോൾ അപ്പൊ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോ കണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ആക്റ്റീവായിട്ട് ഡിസ്കഷൻസ് ഉള്ള ഒരു സ്റ്റഡി ഗ്രൂപ്പ്, ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കൂടിയിട്ടാണ് മേ ബി ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയെന്ന് പറയാം. അവരെല്ലാവരും ജോലിക്ക് കയറിയിട്ടുണ്ട്, എല്ലാവരും ഗവൺമെന്റ് പോസ്റ്റിൽ തന്നെ കയറിയിട്ടുണ്ട്, എയിം ചെയ്ത എക്സാംസിൽ തന്നെ കയറിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉള്ള ആൾക്കാരിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്നേ പറയാനുള്ളൂ. കാരണം എല്ലായിടത്തും വരും. ഞാൻ സബിന് പ്രിപ്പയർ ചെയ്യുന്ന, അതായത് സബ് വരുമോന്ന് ഡൗട്ട് അടിച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇനി സബ് പറ്റില്ല, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ, അതുപോലെ സബിനി വിളിക്കില്ല, എന്തൊക്കെയോ കോൺട്രാക്റ്റിലാണ് ഫുൾ ആൾക്കാരെ എടുക്കുക, അങ്ങനെയൊക്കെ. എന്നിട്ട് ഇപ്പൊ സബ് ഇപ്പൊ എത്ര അപ്പോയിന്റ്മെന്റ്സ് നടന്നു. അപ്പം ഇനി പിന്നെയും കുട്ടികൾ ഇപ്പം എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാറുണ്ട്, ചേച്ചി ഇനി സബ് വിളിക്കുവോ എന്നൊക്കെ. ഞാൻ പറയും, നിങ്ങളുടെ പാർട്ട് ചെയ്യുക, അതായത് നോട്ടിഫിക്കേഷൻ ഒക്കെ വരും, അങ്ങനെ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മളത് പുറകോട്ട് നീങ്ങുകയുള്ളൂ, ബാക്കിയുള്ളവർ കയറി വരികയും ചെയ്യും. അപ്പൊ എന്തിനാ നമ്മൾ അതിനൊരു അവസരം കൊടുക്കുന്നത്? അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. വെരി ഗുഡ്. ഇനി നമുക്ക് ശരണ്യയുടെ ഒരു ആക്ച്വൽ സ്റ്റഡി, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്റ്റഡി ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗ്രൂപ്പ് ഓൺലൈൻ ഗ്രൂപ്പ് അല്ല നിങ്ങളൊന്നും, കാരണം ഇതൊക്കെ കോവിഡിന് ശേഷമൊക്കെ ഉള്ള സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കലി തന്നെ പോകേണ്ട ആവശ്യം, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാനൊക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. എസ്പെഷ്യലി ഒരു പോസ്റ്റ് 2020 നമുക്ക് ഈ പറയുന്ന വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. നമുക്ക് ഓൺലൈനിൽ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, ഒരുപാട് വീഡിയോസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്നത് കൊണ്ട്, നമ്മുടെ കംഫർട്ടിൽ ഇരുന്നത് കൊണ്ട് തന്നെ, അതും ടൈം ഒന്നും റെസ്ട്രിക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് പഠിക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ശരണ്യയുടെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു, ഒരു റൂട്ടീൻ എങ്ങനെയായിരുന്നു, ഒരു ടൈം ടേബിൾ? കാരണം അത് പലർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, കാരണം ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചാൻസ് ഉണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അതെങ്ങനെയായിരിക്കും? ഒന്നാമത്തെ കാര്യം, നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും ചിലപ്പം പ്ലാൻ ചെയ്ത പോലെ പോകണം എന്നില്ല. ഞാൻ എപ്പോഴും 2 hours സ്പാനിൽ ഇരിക്കുന്ന ഒരാളാണ്. അതായത് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ആണ് എനിക്ക്. അപ്പൊ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സമയത്തേ ഞാൻ ഇരിക്കാറുള്ളൂ. അപ്പോ ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരു 2 hours ഇരിക്കും. ഇൻ കേസ് നമ്മൾ തലേന്ന് രാത്രി ലേറ്റ് ആയിട്ടാണ് കിടന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മോർണിംഗ് 2 hours സ്പാൻ പറ്റില്ല. അങ്ങനെ അപ്പോ രാവിലെ ഒരു 2 hour ഇരിക്കും. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, ബിഫോർ ലഞ്ച് ഒരു 2 hours. പിന്നെ ആഫ്റ്റർനൂൺ ആവുമ്പോ ഞാൻ യൂഷ്വലി ക്ലാസ് കാണുക ചെയ്യാം. കാരണം ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറെ എക്സോസ്റ്റഡ് ആയി പോകും. രാവിലെ 4 hours പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ സ്കോർ അക്കാദമിയുടെ ക്ലാസ് കാണും. പിന്നെ വൈകിട്ട് മിക്കവാറും ഒരു എക്സാം എഴുതും. പിന്നെ നൈറ്റ് എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ 2 hours ഇരിക്കും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ വൈകിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സിനിമ കാണണം എന്ന് തോന്നിയാൽ വൈകിട്ട് സിനിമ കാണും, പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടിരിക്കും. അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 6 to 8 hours എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ എക്സാം എഴുതുന്നതും ക്ലാസ് കാണുന്നതും എല്ലാം കൂടി ചേർത്ത് ഡെയിലി ഒരു 6 to 8 hours ആവറേജ്. അതെ, അതായത് നമ്മളിപ്പം ശരണ്യ പറഞ്ഞു വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്കൊരു ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ആയിരുന്നാലും കുഴപ്പമില്ല. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ, കാരണം ഒരു ദിവസം ഇത്ര സമയം, കാരണം നമ്മളുടെ മൈൻഡും നമ്മളുടെ ഒരു മൂഡൊക്കെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഫ്ലെക്സിബിൾ ആക്കാം. ചില ദിവസങ്ങളിൽ കുറഞ്ഞു പോയാലും അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ. അതെ, ഒരു ദിവസം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. പിറ്റേ ദിവസം ഒരു എക്സ്ട്രാ അവേഴ്സ് എടുത്തിട്ടാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസമൊന്നും ഇല്ല. എനിക്ക് ഓർമ്മയുണ്ട്, സബിന്റെ എക്സാമിന്റെ മുന്നേ ആയിരുന്നു IPL ഫൈനല്. അപ്പൊ അന്ന് ചെന്നൈ വിൻ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പൊ ആ മാച്ച് ഒന്നും എനിക്ക് മിസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് ലേറ്റ് ആയിട്ട് കണ്ടിട്ട് അപ്പൊ പിറ്റേ 2 ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ കൂടുതൽ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല.
ഒത്തിരി പിറ്റേ ദിവസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കോമ്പൻസേറ്റ് ചെയ്യുക അങ്ങനെയായിരുന്നു. ശരി ശരി. അല്ല എനിക്കൊന്ന് കഴിഞ്ഞ തവണ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ശരണ്യ പറഞ്ഞിട്ടുണ്ട്, അതായത് സോഷ്യൽ മീഡിയയും ഇതെല്ലാം ഞാൻ കൂടെ കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അത് ചിലർക്ക് പക്ഷേ അത് ചിലരുടെ സ്ട്രാറ്റജി അങ്ങനെ ആയിരിക്കില്ല. ചിലർക്ക് എല്ലാത്തിൽ നിന്നും ഒരു കട്ട് ചെയ്ത്, ചിലരുടെ വാട്സാപ്പ് വരെ ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ പഠിക്കുക. അപ്പം ഏതൊരു സ്ട്രാറ്റജി ആണെങ്കിലും നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, നമ്മുടെ സൗകര്യം അനുസരിച്ച്, നമ്മളുടെ ഒരു ഇത് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. നമ്മളെ എന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ എന്നെ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന എനിക്ക് പറ്റില്ല. കൂടുതൽ ഞാൻ സ്ട്രെസ്ഡ് ആയാൽ അതെന്റെ റിസൾട്ടിനെ ബാധിക്കും എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരുന്നു. എല്ലാ കാര്യങ്ങളിലും കുറച്ച് ഫ്ലെക്സിബിൾ ആയിരുന്നു. സിനിമയൊക്കെ കാണുമായിരുന്നു, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ, അപ്പോ എനിക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അത് പ്ലാൻ ചെയ്യാമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയായിരുന്നു. ഓക്കെ, അവിടെ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ എക്സാം, കാരണം നമ്മളുടെ ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നവരാണ്, പിന്നെ അതുകൊണ്ട് വർക്ക് ചെയ്ത് പഠിച്ച ഒരുപാട് പേര് ക്രാക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ശരണ്യക്ക് ഇപ്പോൾ ശരണ്യ ആ സമയത്ത് വർക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ അപ്പൊ അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് അവിടെ ഒരു റിസ്ക് ഉണ്ട്. നമുക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് സമയമുണ്ട്, നമുക്ക് ഫുൾ ഡേ നമ്മുടെ കയ്യിലുണ്ടെന്ന് തോന്നും. അപ്പൊ അവിടുത്തെ റിസ്ക് എന്തൊക്കെയാണുള്ളത്? അങ്ങനെ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുമ്പോൾ, കാരണം വേറൊരു കാര്യമുണ്ട്, ഫുൾ ടൈം ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ പുറത്ത് പോകുന്നില്ല, അല്ലെങ്കിൽ അധികം പുറത്ത് പോകുന്നില്ല, ഇന്ററാക്ഷൻസ് കുറവാണ്. അപ്പൊ നമ്മൾ നമ്മളുടെ റൂമിലേക്ക് ഒതുങ്ങി കൂടുകയാണ്. അപ്പൊ ഒരു 24 hours ഉണ്ട്, നമ്മളും ഉണ്ട്. അപ്പൊ അതെ, അപ്പൊ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അത് പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിരുന്നു സത്യത്തില്. പക്ഷെ ഇപ്പോ ഈ AP പഠിച്ചിട്ട് എന്റെ കൂടെ കയറിയിരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്തത്. അപ്പൊ അവർക്ക് വേറെ സ്ട്രാറ്റജി ആയിരിക്കും. ഞാൻ സത്യത്തിൽ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ട്. എന്നെ കൊണ്ട് പറ്റില്ല, വർക്ക് ചെയ്തിട്ട് പഠിക്കണം എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. മേ ബി ഒരു ജോലിയിൽ കയറി ഒരു 3-4 years ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് രണ്ടും നല്ല രീതിയിൽ മാനേജ് ചെയ്യായിരിക്കും. പക്ഷെ എനിക്ക് കുറച്ച് പാടായിരുന്നു. എന്നോട് ഇപ്പോഴും കുട്ടികൾ മെസ്സേജ് ചെയ്ത് ചോദിക്കും, ചേച്ചി ജോലി ചെയ്തിട്ട് പഠിക്കാൻ പറ്റുമോ? ഇങ്ങനെ അവർ പറയാ, എനിക്ക് ജോലിക്കിടയിൽ പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ ജോലി റിസൈൻ ചെയ്യണോ എന്ന് എന്നോട് ചോദിക്കാം. അപ്പോ ഞാനപ്പോ എന്താ പറയണ്ടേ? അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ജോലി കുറച്ച് ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. എക്സാംസ് ഒക്കെ അടുക്കുന്ന ഒരു ടൈമിൽ ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ നമ്മളെ കുറെ കൂടി സ്ട്രെസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നും. അപ്പോ ഞാൻ കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിരുന്നു ജോലി ചെയ്യാണ്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ററാക്ഷൻസ്, ഈ സാർ ഞാൻ പറഞ്ഞതുപോലെ എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുമായിട്ട് ഡെയിലി കോൾ ചെയ്തും ഗ്രൂപ്പ്സിലും ഒക്കെ ഞങ്ങൾ നല്ല ആക്റ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരെല്ലാം ഇതുപോലെയായിരുന്നു. എല്ലാവരും വർക്ക് ചെയ്യാണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ബ്രേക്ക് എടുത്ത് പഠിക്കുന്നവരായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെയായിരുന്നു. അതിപ്പോ ഒരു ലൈഫിൽ ഇപ്പോ ഒരു 20ാമത്തെ അല്ലെങ്കിൽ 21ാമത്തെ വയസ്സിൽ ജോലി വാങ്ങുക, 25ാമത്തെ വയസ്സിൽ വീട് വയ്ക്കുക, 30ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുക, അങ്ങനെയൊന്നും അല്ലല്ലോ എല്ലാവരും. നമ്മുടെ ടൈമിങ്സ് അതിനെയൊന്ന് എല്ലാവരും അവരുടേതായ ടൈമിലാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ അതിൽ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല, നമ്മൾക്ക് ഒരു എയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എത്താൻ കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മളൊരു 30-35 yearsന്റെ ഒരു കരിയറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നാണ്. പിന്നെ എല്ലാവരുടെയും സാഹചര്യം ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ, അതായത് ജോലിയുടെ കൂടെ തന്നെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഇത് പ്ലാൻ ചെയ്യുന്ന കുട്ടികളും ഉണ്ട്, ഒരുപാടുണ്ട്. എനിക്കത് പിന്നെയാണ് മനസ്സിലായത്. ഇതിനു മുന്നേ എന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ആയിരിക്കുന്ന വിചാരിച്ചു. പക്ഷെ അല്ലാതെ രണ്ടും അടിപൊളിയായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഓക്കെ. ശരണ്യ പഠിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു ക്ലാസ് കാണുക അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുക, ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ എന്തായിരുന്നു ഒരു സബ്ജക്റ്റിന്റെ ഒരു ടോപ്പിക് എടുത്തു, അത് ആ ഒരു പഠന രീതി ഒന്ന് പറയാമോ? അതായത് നോട്ട് എഴുതുന്നത് തൊട്ട് ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാൻ പറ്റും? ഞാൻ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്താലും സമയമെടുത്ത് തന്നെ അത് മനസ്സിലാക്കി തന്നെ പോവുമായിരുന്നു. കൂടുതലും ക്ലാസ് കാണുമ്പോൾ തന്നെ ഒരുവിധം മനസ്സിലാവും. പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ നോട്ട്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ടൈം റിവൈസ് ചെയ്യുമ്പോഴും നോട്ടിനെ ട്രിം ചെയ്യുമായിരുന്നു. അതായത് എനിക്കിപ്പോ ഒരു പവർ സിസ്റ്റത്തിന് തന്നെ ഒരു 5 ബുക്കോളം കാണും. അതായത് ഒരു ബുക്കിൽ ഞാൻ ഫുൾ കൺസെപ്റ്റ് നോട്ട്സ് എല്ലാം എഴുതി വെക്കും. ആ റിവിഷൻ കഴിയുമ്പോൾ അടുത്ത ബുക്കിൽ ഇതിന്റെ പകുതി പോലും കാണില്ല. ബിക്കോസ് എന്റെ കയ്യിലുള്ളതൊന്നും ഇനി നോട്ട് ചെയ്യണ്ടല്ലോ. അങ്ങനെ നോട്ട്സ് ട്രിം ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. ആൻഡ് ഈ ട്രിം ചെയ്ത ചെറിയ ഒരു പേപ്പറിലുള്ള ലാസ്റ്റ് ഒരു പേപ്പർ കഷ്ണത്തിൽ അത് വന്ന് എൻഡ് ചെയ്യും. ആ രീതിയിൽ ഞാൻ നോട്ട്സ് ട്രിം ചെയ്യുമായിരുന്നു. ആൻഡ് ഈ പേപ്പർ ആയിരിക്കും പിന്നെ ഞാൻ എക്സാമിന്റെ തലേന്ന് പോകുമ്പോൾ ജസ്റ്റ് നോക്കുക. അപ്പൊ ആക്റ്റീവായിട്ട് നോട്ട്സ് റിവൈസ് ചെയ്യും, നോട്ട് ട്രിം ചെയ്യും, ആ ട്രിംഡ് നോട്ട്സ് ലാസ്റ്റ് യൂസ് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ
എന്നോട് പിന്നെ ഈ നോട്ട്സ് എല്ലാം മെഷീൻസിനും ഇതുപോലെ ഓരോ ട്രാൻസ്ഫോമേഴ്സ്, ഇൻഡക്ഷൻ, അങ്ങനെ ഓരോന്നിനും ഒരു 2-3-4 ബുക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ നന്നായിട്ട് നോട്ട്സ് എഴുതുമായിരുന്നു ക്ലാസ് കണ്ടിട്ടും. നോട്ട്സ് എഴുതാണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത്ര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുമായിരിക്കും, എന്നെ കൊണ്ട് പറ്റില്ല എന്തായാലും. എനിക്ക് നോട്ട്സ് എഴുതി പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും. അത് അപ്പോഴും എല്ലാവരും നോട്ട്സ് എഴുതാൻ പഠിക്കുന്നത് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പലരും പറയാറുണ്ട്. അപ്പൊ അത് ഇപ്പൊ ശരണ്യ ഇപ്പം മെജോറിറ്റി നമ്മൾ സംസാരിക്കാറുള്ള എല്ലാ റാങ്ക് ഹോൾഡേഴ്സിനും അവരുടെ വ്യക്തമായിട്ടുള്ള അവരുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ട്. അപ്പോൾ ആ നോട്ട്സിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കാണുന്നത് എക്സാമിന്റെ തലേന്നുള്ള റിവിഷൻ അല്ലേ, അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് വീക്കിലെ റിവിഷൻ അല്ലേ? അതിപ്പോ ഒരു അക്കാഡമിയോ അല്ലെങ്കിൽ ഒരു ഓൺലൈനിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത നോട്ടിന് ആ ഒരു ഇത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഇല്ല, ക്ലാസ് കണ്ട് നോട്ട്സ് എഴുതുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മളിപ്പോ കേരള PSC എയിം ചെയ്യുമ്പോൾ സബ് എഞ്ചിനീയർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂസ്ലി എക്സാംസ് വരുമല്ലോ. ഇപ്പോ ഇൻസ്പെക്ടറേറ്റ് കഴിഞ്ഞു, ഗ്രേഡ് 1 വന്നു, സബ് വന്നു, AE വന്നു, AP വന്നു, എന്തോരം എക്സാംസ് വന്നു. അതെ, പോളി വന്നു. അപ്പോ ഇത്രയും എക്സാംസിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നോട്ട്സ് എഴുതാണ്ടിരുന്ന എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല, എനിക്കത് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അല്ല, അത് കഴിഞ്ഞിട്ടും ശരിക്കും ഒരുപാട് എക്സാംസ് ഉണ്ട്. കാരണം ഇപ്പോ ഒരു സബില് കയറിയവര്, AE വന്നവര് അവരെ പിന്നെ ആ ഒരു ഇതിൽ നിന്ന് വിട്ടു. പിന്നെ അതിനുശേഷം ഒരുപാട് ജൂനിയർ ഇൻസ്ട്രക്ടർ, വയർമാൻ, ഇലക്ട്രീഷ്യൻ, ട്രേഡ്സ്മാൻ, അങ്ങനെ ഒരുപാട് എക്സാംസ് വന്നു, സ്കിൽഡ് അസിസ്റ്റന്റ്. അപ്പൊ അങ്ങനെ ഒരുപാട് എക്സാംസ് പിന്നെയും വരുന്നുണ്ട്. അപ്പൊ ഒരു നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്, നമുക്ക് ഇപ്പൊ ഈവൻ ജോലിയോട് കൂടെ ആണെങ്കിൽ പോലും അത് നമുക്ക് വരുന്ന ഒരു 2-3 വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് പക്ഷെ പലരും ചെയ്യാൻ റെഡിയല്ല. അതെ, പിന്നെ പിന്നെ നോട്ട്സ് ചോദിക്കുന്നവരുണ്ട്, നോട്ട്സ് തരാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുമോ എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അത് പക്ഷെ അത് എനിക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റും. കാരണം ആ നോട്ട് കൊണ്ട് ശരണ്യക്ക് ഉണ്ടായ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് ശരണ്യയുടെ കസ്റ്റമൈസ് ചെയ്ത നോട്ടാണ്. കാരണം ശരണ്യയുടെ പോയിന്റ്സ്, ശരണ്യക്ക് ബുദ്ധിമുട്ട് തോന്നിയ ഏരിയാസ് അതൊക്കെ ആയിരിക്കും. അതേ പോയിന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ശരണ്യക്ക് ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും, നേരെ തിരിച്ചു വേണമെങ്കിലും വരാം. അതുകൊണ്ട് ആ നോട്ട്സ് നിങ്ങൾ സ്വന്തം കൈപ്പടൽ എഴുതി, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, സ്വന്തം കൈപ്പടൽ എഴുതിയ നോട്ട് നിങ്ങൾക്ക് തരുന്ന അഡ്വാൻറ്റേജ് വേറെ ഒരു നോട്ടും, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒരു മെറ്റീരിയലോ തരാൻ പറ്റില്ല, ഒരു ഗൈഡിനും തരാൻ പറ്റില്ല. നിങ്ങളുടെ സ്വന്തം കൈപ്പടലിൽ നോട്ട് എഴുതാൻ ശ്രമിക്കുക. നമുക്ക് ഡെയിലി നമ്മൾ പഠിക്കുന്നു, അപ്പൊ ആ ഡെയിലി പഠിക്കുന്നതിന്റെ ഒരു റിവിഷൻ എങ്ങനെയാണ്? അപ്പൊ നമുക്കൊരു വീക്ക്ലി അതുപോലെ തന്നെ മന്ത്ലി ഒക്കെ നമ്മൾ കാരണം ഒരു മാസം ചിലപ്പോൾ നമ്മൾ ഒന്നിലധികം സബ്ജക്ട്സ് പഠിക്കും. അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ് ഈ മറന്നു പോവാതെ നമ്മുടെ തലയിൽ തന്നെ നിർത്തുക? അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളെ തന്നെ പ്രാപ്തരാക്കുന്നത് എങ്ങനെയാണ്? റിവിഷൻ നോട്ട്സ് ഒരു വീക്കിൽ പഠിച്ചത് വീക്കിലി റിവൈസ് ചെയ്യുന്നതുണ്ട്. അത് കൂടാണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു നോക്കുമായിരുന്നു. ഞാൻ PSCയുടെ ഇപ്പോഴത്തെ സൈറ്റ് അല്ല, ഓൾഡ് സൈറ്റ് ഉണ്ട്. ഓൾഡ് സൈറ്റില് അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ എക്സാംസ് ഒക്കെ PSC കുറെ നടത്തിയിട്ടുണ്ട്, ഈ വൈറ്റ് ട്രാൻസ്ഫറിന്റെ ഒക്കെ. അപ്പൊ അതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഒരു 100+ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും ഉണ്ട്, അത്രയും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ അപ്പൊ അതിലെന്താ മിക്സ് ആയിട്ടല്ലേ സബ്ജക്ട്സ് കിടക്കുക. അപ്പൊ എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. പറ്റാത്ത ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും പോയിട്ട് ആ പോർഷൻ റിവൈസ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കി ഒരു ഡെയിലി എങ്ങനെങ്കിലും ചെയ്യും. ഒന്നെങ്കിൽ നമ്മുടെ സ്കോറിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും, അതില്ലാന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യും. എങ്ങനെയെങ്കിലും ഡെയിലി ഒരു ടെസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക, അങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ട് ഇങ്ങനെ റീകോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ആണെങ്കിലും അന്ന് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കും, എന്റെ കയ്യിലുണ്ടോ എന്നൊന്ന് ഓർത്തു നോക്കും. ചിലപ്പോ കിടക്കാൻ നേരത്ത് ഒരു സാധനം അത് ഒട്ടും പിടികിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ലൈറ്റ് ഇട്ട് പോയി നോക്കും. ലൈറ്റ് ഒക്കെ അണച്ചിട്ട് ഉറങ്ങാൻ കിടക്കുമായിരിക്കും, പക്ഷെ ആ ഉറങ്ങുന്ന ഒരു അരമണിക്കൂർ ഞാൻ അതിങ്ങനെ ഓർത്ത് കിടക്കുമായിരുന്നു. സത്യത്തിൽ ഭയങ്കരമായിട്ട് എന്തോ സബ് എഞ്ചിനീയറിന്റെ എക്സാം വരെ ഞാൻ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും മേ ബി ആ ഒരു പിന്നീടുള്ള എക്സാംസ് ഒക്കെ അത്രയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ഓട്ടോമാറ്റിക്കലി ആ ലെവലിൽ എത്തിയത് കൊണ്ടായിരിക്കും. സബ് ഞാൻ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആവേശത്തിൽ എഴുതിയ എക്സാം ആയിരുന്നു. അതിനാണ് ഫസ്റ്റ് റാങ്കിങ് കിട്ടിയത്. പിന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുമ്പോൾ അപ്പോഴും ആൾക്കാർ ഡൗൺ ആവാറുണ്ട്. ഇതെനിക്ക് മാത്രമാണ് ഈ മറവി, അല്ലെങ്കിൽ എനിക്ക് എന്റെ തലയിലൊന്നും നിൽക്കുന്നില്ല, ഞാൻ ഇത് എങ്ങനെ പഠിച്ചെത്തും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു എക്സാം ടഫ് ആവുമെന്ന് പേടിക്കുന്നത് പോലെയാ. മറക്കുന്നത് എല്ലാരും മറക്കും, മനുഷ്യനല്ലേ, മറവി വരും. അപ്പോ മറക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റീകോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. റിവിഷൻ കമ്പൽസറി ആണ്. ഞാനിപ്പോ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച്, അതായത് എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ റിവിഷൻ ആയിരിക്കും. അപ്പോ
ആക്ച്വലി എക്സാമിന്റെ ഡേറ്റ് വരുമ്പോഴാണല്ലോ നമ്മുടെ സിലബസ് എന്തോ പ്രോപ്പർ ആയിട്ട് അറിയാൻ അതെ പറ്റും. അതെ അപ്പോ ആ സമയത്ത് ചിലപ്പോൾ സിലബസിൽ ന്യൂ അഡിഷൻസ് വരും. ഉണ്ടാവും. സബിന്റെ സമയത്ത് മൈക്രോ കൺട്രോൾ 8051 മൈക്രോ കൺട്രോളർ കൺട്രോൾ ഒക്കെ ആ ഉണ്ടായിരുന്നു. ടൈമിലാണ് ഉണ്ട് എന്ന് അതെ നമ്മൾ അതെ ലാസ്റ്റ് അറിയുന്നത്. മിനിറ്റ് ആണ് വന്നത്. ലാസ്റ്റ് മിനിറ്റ് ആണ് അറിയുന്നത്. ട്രാക്ഷൻ അങ്ങനെ ചെറിയ ചെറിയ ട്രാക്ഷൻ, പിന്നെന്തോ സോളാർ എനർജി സ്റ്റോറേജ്, എനർജി സ്റ്റോറേജ് റിന്യൂവബിളിന്റെ ചെറിയ കുറച്ച് അതെ പോർഷൻസ് ഒക്കെ അതെ ഉണ്ടായിരുന്നു. ആക്ച്വലി അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. അതെ സബ് എനർജി വന്നിട്ടുണ്ടായിരുന്നു സ്റ്റോറേജ് ഒക്കെ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ടായിരുന്നു. മൈക്രോ കൺട്രോളറും നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഈ ന്യൂ ടോപ്പിക്സ് പഠിക്കുക, ഇതുവരെ പഠിച്ചത് റിവൈസ് റിവൈസ് ചെയ്യുക, ചെയ്യാം. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ള കുറച്ച് സമയം അത് തന്നെ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇപ്പോഴും സബ് വെച്ച് പറയാനേ അറിയുള്ളൂ. കാരണം അതിനുശേഷം അതിനുശേഷമുള്ളത് എനിക്കറിയില്ല. കാരണം സബ് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. കിട്ടിയെന്ന് പറഞ്ഞ എക്സാം കഴിഞ്ഞപ്പോ എനിക്കറിയാം എനിക്കത് കിട്ടും. കിട്ടും. അതെ, അപ്പൊ എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ ഇല്ലാതെ ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്തു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതെപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ഇപ്പൊ ശരണ്യ തന്നെ ഏകദേശം 15ഓളം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. എത്ര റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്? ഞാൻ ഒരു 19+ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ പലതും സിംഗിൾ ഡിജിറ്റ് റാങ്ക്സ് ആണ്. സബ് എഞ്ചിനീയറിന്റെ ഫസ്റ്റ് റാങ്ക് ആണ്. AP അതുപോലെ തന്നെ AE ഒക്കെ ടോപ്പ് 5 തന്നെ ഉണ്ട്. അപ്പോൾ അപ്പം ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ ഇങ്ങനെ വരുന്ന ആദ്യമേ പ്രതീക്ഷിച്ചുകൊണ്ടാണോ പോകുന്നത്? അതായത് അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ചിലർ നമ്മൾ സ്വപ്നം കാണില്ലേ, എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ ടോപ്പിൽ വരുന്നു, അങ്ങനെ ഒരു സ്വപ്നം കാണലുണ്ടായിരുന്നോ? ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ജോലി വേണം, സബ് എഞ്ചിനീയർ വേണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നിപ്പോ ശരണ്യ ഇത്രയും എക്സാംസിൽ ടോപ്പ് ചെയ്തു, അതുപോലെ തന്നെ പലതിലും നേരത്തെ പറഞ്ഞ സിംഗിൾ ഡിജിറ്റ് റാങ്ക് ഒക്കെ വന്നു. ശരണ്യന്റെ പ്രിപ്പറേഷനിലെ എന്ത് പ്രത്യേകതയാണ്, അല്ലെങ്കിൽ മാറ്റി ശരണ്യക്ക് തന്നെ സ്വയം ഒരു മതിപ്പ് തോന്നുന്ന ഏതൊരു സ്ട്രാറ്റജി ആയിരിക്കും ശരണ്യ ഈ ഒരു, കാരണം നമുക്കിത് ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു അച്ചീവ്മെന്റ് അല്ല. ശരണ്യക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം ഇപ്പോൾ, പക്ഷേ ഇതൊരു പലരുടെയും ഡ്രീമാണ്, അല്ലെങ്കിൽ പലർക്കും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലത്താണ് ശരണ്യ ഓൾറെഡി അച്ചീവ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു എന്തായിരിക്കും എന്ത് സ്ട്രാറ്റജിയിൽ എന്ത് പ്രത്യേകതയായിരിക്കും ശരണ്യ ഇവിടെ എത്തിച്ചെന്നാണ് ശരണ്യ വിചാരിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് നന്നായിട്ട് നോട്ട്സ് എഴുതുന്നതും, ഞാൻ ഈ പറഞ്ഞതുപോലെ നോട്ട്സ് റിവൈസ് ചെയ്യുക, നോട്ട്സ് ട്രിം ചെയ്യുക, അതുകൂടാണ്ട് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുമായിരുന്നു. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ കുറെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. അത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് SSC JEയുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അത് കുറച്ച് അത് ഒത്തിരി ഇല്ല, നമുക്കത് റിവൈസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അധികം ക്വസ്റ്റ്യൻസ് ഇല്ല, അത് നമുക്ക് ഈസി ആയിട്ട് തീർക്കാം. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗേറ്റിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ എക്സാംസ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു കോമ്പറ്റീഷൻ, ഇപ്പൊ സ്കോറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റാങ്ക് നമുക്ക് കറക്റ്റ് അറിയാലോ. ഞാൻ അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെയും എക്സാംസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്കോറിന്റെ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതില് റാങ്കിങ് സിസ്റ്റം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ ലെവലും നമ്മുടെ ലെവലുമായിട്ട് നമുക്ക് തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ പഠിക്കായിരുന്നു. അത് ആദ്യമൊക്കെ എഴുതുമ്പോൾ താഴോട്ട് പോകാറുണ്ട്. അപ്പൊ അതെങ്ങനെയാ, ആ ഒരു ടെൻഷൻ ആവാറുണ്ടോ? അതെങ്ങനെ ഓവർകം ചെയ്യാം? കാരണം പല കുട്ടികളും അത് പറയാറുണ്ട്. അതായത് ടെസ്റ്റ്, കാരണം പലരും ടെസ്റ്റ് ഇപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാനിലൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയും, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എക്സാം എഴുതണമെന്നുള്ളത്. പക്ഷെ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ റാങ്ക് താഴോട്ടാകുമ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഡീമോട്ടിവേറ്റ്, പിന്നെ എഴുതുകയില്ല. എന്താ ശരണ്യയുടെ സ്ട്രാറ്റജി? എന്തായിരുന്നു? ഞാനും താഴേക്ക് പോവായിരുന്നു. ഞാൻ പിന്നെ ആ ക്വസ്റ്റ്യൻസ് എന്താ കിട്ടാതെ ഞാൻ ഡൗട്ടായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാരോടും സാറിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളതൊക്കെ ചോദിച്ച് പഠിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ കണ്ടിന്യൂസ് എഴുതുമായിരുന്നു. പിന്നീട് റാങ്ക് ഒക്കെ ഇമ്പ്രൂവ് ആയി വരും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതായത് ആദ്യം ഒന്ന് താഴെ പോയാലും നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യുക, പഠിക്കുക, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി കയറി വരും. അപ്പോ താഴെ പോകുമ്പോൾ ഞാൻ ഡെസ്പായിട്ടില്ല. കാരണം ഞാൻ ചിലപ്പോൾ അത് റീടേക്ക് എടുക്കാറുണ്ട്. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ആ എക്സാം തന്നെ റീടേക്ക് എഴുതുമ്പോൾ ഞാൻ ടോപ്പ് വരുമല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ അങ്ങനെയാണെന്ന്. അതെ, ശരണ്യൻ ഇതിൽ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പൊ ചില കോൺസെപ്റ്റ്സ് എനിക്ക് ചിലപ്പോൾ കത്താനായിട്ട് സമയമെടുക്കും. വേണ്ട, അത് 20 മിനിറ്റ് വേണ്ട, ഞാൻ 2 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എക്സാം വേണമെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ശരണ്യ, നമുക്ക് ഒരു 2020 ശേഷം വന്നിട്ടുള്ള എക്സാംസ് ഉണ്ടല്ലോ, കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസ്. അപ്പൊ അതിന് കാര്യമായിട്ടുള്ളൊരു പാറ്റേൺ ചേഞ്ച് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ക്വസ്റ്റ്യൻസിന്റെ ലെവലാണെങ്കിലും, അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി കോൺസെപ്റ്റ് അറിയാമെങ്കിൽ, അതായത് കോൺസെപ്ഷ്യലി നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രെൻഡിനെ കുറിച്ച് ശരണ്യ അവെയർ ആയിരുന്നോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ക്രമീകരിച്ചത്? അങ്ങനെ ഒരു മാറ്റം ശ്രദ്ധിച്ചിരുന്നു? ഉറപ്പായിട്ടും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്ന ഇതിനു മുന്നേ എല്ലാവരും പറഞ്ഞതുപോലെ ഇപ്പം സാർ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കാമെന്ന്. ആ രീതിയിൽ തന്നെയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന AEയുടെയും APയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിരുന്നത്. അങ്ങനെയായിരുന്നു.
ഈവൻ സബിന് പോലും ഒരു സിംഗിൾ ഒരു ആൻസർ അല്ല, അതായത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പോ 1 or 2 അങ്ങനെ 1 and 2 അങ്ങനെ ഏതൊക്കെയാണ് ശരി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് കൺസെപ്ഷ്യൽ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയായിരിക്കും, പക്ഷെ ബാക്കി 3 അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോംപ്രിഹെൻസീവ് ആയിട്ട് എന്ന് വെച്ചാൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ആദ്യമേ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തത് കൊണ്ട് തന്നെ പിന്നീട് വന്ന എക്സാംസിന് അത് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെയാണ് തോന്നുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കി പോയത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യാതിരുന്നത്. അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. ഇപ്പോ ഏതെങ്കിലും ഒരു സിംഗിൾ ആൻസർ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്കോ പഠിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയാണ് ആൻസർ വന്നത്, അത് റിലേറ്റഡ് ബാക്കി ഫാക്ട്സും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ മനസ്സിലുണ്ടാവും. അതെ, അത് ഉണ്ടാവണം. അങ്ങനെ ഒരു ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴോ അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു PSC എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ശരണ്യ പ്രിപ്പയർ ചെയ്യുമായിരുന്നോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എക്സാം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പം നമുക്ക് ഒരു എക്സാം കഴിയുമ്പോൾ നമുക്ക് അറിയാലോ ഇന്ന പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത റിവൈസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഇപ്പൊ കേരള സ്പേസിൽ വരാറുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ഒരു ഫോളോ അപ്പ് എന്തായിരിക്കും? അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ആ രീതിയിൽ പിന്നെയും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് പഠിക്കാറുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോ പവർ സിസ്റ്റത്തിലൊക്കെ ഉള്ള ഒരു ലോങ് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ട്രാൻസ്മിഷൻ ലൈനിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതോ അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഓരോ ടേമിനെയും എങ്ങനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇപ്പോ ഡയമീറ്ററിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് ലോഗരിതമിക്കലി ആണോ റിലേറ്റ് ചെയ്യുന്നത്, ആ രീതിയിൽ ലോഗ് d/r എന്നൊക്കെ വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള അതായത് ആ ഇക്വേഷൻ ഒക്കെ ഫുൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ എക്സാം കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കാത്ത പോർഷനിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നത് കൊണ്ട് ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈക്രോ കൺട്രോളേഴ്സും അതുപോലെയായിരുന്നു. സബ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് PWD ഗ്രേഡ് 1 ഈ മൈക്രോ കൺട്രോളേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞിട്ടാണ് സബ് വന്നപ്പോ പിന്നെയും കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കണം എന്ന് തോന്നിയിട്ട് പഠിച്ചിരുന്നത്. ഈ ഒരു പ്രിപ്പറേഷന്റെ സമയത്ത് നമുക്ക് പല തരത്തിലുള്ള സാക്രിഫൈസസ് നടത്തേണ്ടി വരും. അത് ചിലപ്പോൾ പേഴ്സണൽ ആയിരിക്കും, പ്രൊഫഷണൽ ആയിരിക്കും. അത് അങ്ങനത്തെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സാക്രിഫൈസ്, അതായത് ഓക്കെ ഞാൻ ഈ സാക്രിഫൈസ് ചെയ്താൽ ഇപ്പൊ ഇത്രയും റിസൾട്ട് കിട്ടിയോണ്ട് അത് വർത്തായിരുന്നു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ വളരെ വിഷമിച്ച് സാക്രിഫൈസ് ചെയ്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? എന്നെക്കാളും ചിലപ്പോ എന്റെ വീട്ടുകാരായിരിക്കും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോ എന്റെ ബ്രദർ ഉണ്ട് എനിക്ക്. അപ്പോ തൊട്ടടുത്ത റൂമിൽ അവന് ഉച്ചത്തിലൊന്ന് പാട്ട് വെക്കാനൊന്നും ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു സൗണ്ടിന് ഒച്ചത്തിൽ TV വെക്കാൻ അങ്ങനെ. അപ്പൊ വീട്ടുകാരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ അവരാണ് കുറെ കൂടി സാക്രിഫൈസ് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ വളരെ കൂടുതൽ ഈ കല്യാണങ്ങള് അതൊക്കെ വരുമ്പോ, അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ വരുമ്പോ കുറച്ച് എന്നാലും ജസ്റ്റ് അറ്റൻഡ് ചെയ്യാറൊക്കെ ഉണ്ട്. എന്നാലും ആക്റ്റീവായിട്ട് നമുക്ക് കൂടുതൽ ടൈം അവിടെ ഒന്നും കളയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എക്സാമിന്റെ ഈ ഒരു 3 months സ്പാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്നാലും ഒരുപാട് അങ്ങനെ സാക്രിഫൈസ് ഒന്നും ഞാൻ അധികം ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഒത്തിരി ഞാൻ എന്നെ സ്ട്രെസ്ഡ് അപ്പ് ആക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, മെന്റൽ സ്ട്രെസ് പലരും പറയാത്ത അല്ലെങ്കിൽ എവിഡന്റ് ആയിട്ട് കാണാത്തൊരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ മെന്റൽ ഹെൽത്ത് ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത്, അത് ഞാൻ എസ്പെഷ്യലി UPSC കേരള PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അത് എന്താണ് ശരണ്യക്ക് പറയാനുള്ളത്? കാരണം പലരുടെയും മെന്റൽ ഹെൽത്ത് ഈ പറയുന്ന പോലെ ഈ സമയത്ത്, കാരണം അത്രയും സ്ട്രെസ് ഉണ്ട്, നമുക്ക് ജോലി കിട്ടും, ഇത് എങ്ങോട്ടാണ് ഈ യാത്ര നമ്മൾ നയിക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ ആ ഒരു അത്രയും ഇന്റൻസ് ആയിട്ടുള്ള സ്ട്രെസ് ഒക്കെ എങ്ങനെയാണ് ശരണ്യ, കാരണം എന്തായാലും അത് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് ആ സ്ട്രെസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത്? അതാണ് ജോലി ഉള്ള ഒരാൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതും 0യിൽ നിൽക്കുന്ന ഒരാൾ പ്രിപ്പയർ ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. കാരണം അവർക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കിട്ടാൻ വേണ്ടി തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ അവർക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. ഞാൻ എന്നെ പോലുള്ളവരാണെങ്കിൽ ബിടെക് പ്ലേസ്ഡ് ആയില്ല, അത് കഴിഞ്ഞിട്ട് വന്ന ഞാൻ ലോക്കോ ആണെന്നുണ്ടെങ്കിലും RRB JEE ആണെന്നുണ്ടെങ്കിലും അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. കോവിഡ് പോലൊരു പാൻഡമിക് സിറ്റുവേഷൻ ആണ്, നമ്മൾ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലിരിക്കുവാണ്. അപ്പം ആ സമയത്ത് ഓഫ് കോഴ്സ് ഇനി എന്താ ലോകത്ത് നടക്കാൻ പോകുന്നത്, എന്താ നമുക്കൊരു ഇൻകം ഇല്ല, എങ്ങനെയാണ് വരിക എന്നുള്ളത് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ആ ടൈമിൽ. പിന്നെ ഈ പറയുന്ന പോലെ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കര വിഷമിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇങ്ങനെ നീ MTech ഒക്കെ പഠിച്ചിട്ടും അങ്ങനെ
പിന്നെ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പോ ബിടെക് ഒക്കെ ആരെങ്കിലും പോവാൻ നിൽക്കുമ്പോ ഇപ്പൊ എന്റെ ചെറിയൊരു ഗ്രാമമാണ്, അപ്പൊ അവിടെ ഒത്തിരി ആൾക്കാരൊന്നും ബിടെക് പഠിച്ചിട്ടില്ല. എല്ലാവരും ഡിഗ്രിക്കൊക്കെ പോയി അങ്ങനെയുള്ളവരായിരുന്നു, എന്നിട്ട് PSC കോച്ചിങ്ങിന് പോകുന്നവരായിരുന്നു. അപ്പോൾ ആരെങ്കിലും ബിടെക് പോകണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പറയും, അതെ അവള് ബിടെക്കും എംടെക്കും ഒക്കെ എടുത്തിട്ട് എന്താ വീട്ടിലിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ അവർക്ക് ഒരു മാതൃക പോലും അല്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ കുറെ ഓവർ തിങ്ക് ചെയ്ത് കുറെ കാര്യങ്ങൾ ഒക്കെ ചിന്തിച്ച് കൂട്ടിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് എനിക്കറിയാം അതിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഓവർകം ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ തോട്ട്സ് ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയൊക്കെ ഉള്ളിൽ നിന്നൊക്കെ ഒരു പിന്നെ ഞാൻ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ്, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ അപ്പോ അങ്ങനെയൊക്കെ കുറച്ച് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്ട്രെങ്ത് ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ പഠിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. സിനിമ കാണും, എല്ലാം ചെയ്യും. എന്നാലും ഇങ്ങനെ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വീട്ടില് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക, കുറച്ച് സ്വൈര്യം കൊടുക്കുക, സമയം കൊടുക്കുക, കുറച്ച് ടൈം എടുക്കും എന്ന് എല്ലാരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടി ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അന്ന് മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കിയ ആൾക്കാരല്ലേ, അവരുടെ സ്റ്റാൻഡ് ഇപ്പൊ എന്താ ശരണ്യ അടുത്ത്, അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് എന്താ ഇപ്പൊ? അവരത് ഇന്റൻഷനലി ഉണ്ടാക്കിയതായിരിക്കില്ല, ഒരിക്കലും അങ്ങനെയല്ല. അവര് നാച്ചുറലി നമ്മുടെ നാടാണല്ലോ, നാട്ടുകാരാണല്ലോ, അപ്പൊ അങ്ങനെ ചോദിക്കുന്നതായിരിക്കും. അപ്പൊ പക്ഷെ അവരിപ്പം ഭയങ്കര എനിക്ക് തോന്നിയത് അവര് തന്നെ എന്നെ അനുമോദിക്കാൻ വിളിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പൊ റോൾ മോഡലായി. അതെ അതെ അതെ, ഓഫ് കോഴ്സ് അങ്ങനെ ഒരു റോൾ മോഡൽ ആയിട്ടുണ്ട്. അങ്ങനെയല്ല, എന്നാലും കുട്ടികളോടൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ UP സ്കൂളായിരുന്നു, വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളായിരുന്നു. അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ കുട്ടികളോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ നാട്ടുകാരെന്ന് പറയുന്നത് അങ്ങനെ ഇന്റൻഷനലി ഒന്നും അല്ല, അതെന്തോ ഒരു ട്രെൻഡാണ്. ചിലപ്പോ നമ്മുടെ സിറ്റുവേഷനിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നതായിരിക്കും, അത് നമ്മളെ ഹേർട്ട് ചെയ്യുന്നത് നമ്മുടെ തന്നെ തോട്ട്സിന്റെ ആ ഒരു പോക്കാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ, പിന്നെ ശരി, നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഒരു ഗ്യാപ്പ് എടുത്തിട്ട്, അതായത് ബിടെക്കിന് ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഒക്കെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും, അതായത് ചിലപ്പോൾ അവർ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ബിസി ആയിരിക്കും, ഹൗസ് വൈഫ് ആയിരിക്കും, വർക്ക് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഒരു പഠനത്തിൽ നിന്ന് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. അവർക്ക് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാം? അപ്പൊ അവർക്ക് റീസ്റ്റാർട്ട്, കാരണം നമ്മുടെ ഒരുപാട് കുട്ടികൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക്, അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ശരണ്യ കൊടുക്കുക? ഞാനും ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനും റീസ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. കാരണം ഗേറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ഒന്നും പഠിച്ചിട്ടില്ല. എംടെക് ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ ആയിരുന്നു. അപ്പൊ ഞാൻ കോർ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് RRB JEE ഞാൻ പറഞ്ഞതുപോലെ ടെക്നിക്കൽ സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാഞ്ഞത്. വളരെ സിമ്പിൾ എക്സാം ആയിരുന്നു, ഒത്തിരി വേക്കൻസി ഉള്ള ബാംഗ്ലൂർ റീജിയൺ ആയിരുന്നു, അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷെ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ഗ്യാപ്പ് കാരണം കംപ്ലീറ്റ്ലി ഞാൻ ടച്ച് വിട്ടിരിക്കുവാണെന്ന്. അപ്പോ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഇതുപോലെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു, മെഷീൻസ്, പവർ സിസ്റ്റം, അങ്ങനെ ആദ്യമേ സീറോയിനെ അങ്ങ് റിവൈസ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു ചെയ്തത്. ടെക്സ്റ്റ് ബുക്ക്, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു സ്കോർ അക്കാദമി ഇല്ല, ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോച്ചിങ് എടുക്കുക, എന്നിട്ട് പാരലലി അങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ആ പ്രോസസ്സ്. സോ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു കോച്ചിങ് എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് സീറോയിന്ന് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ജസ്റ്റ് പഠിക്കാൻ തുടങ്ങണോ എന്നാണ് എല്ലാരും ചോദിക്കുന്നത്. ഞാൻ പറയും, എന്തിനാ ഡൗട്ട് ചെയ്യുന്നത്, തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ അതിനുവേണ്ടി ടൈം കുറെ ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല, തുടങ്ങുക. പിന്നെ എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വരും, ട്രാക്കിൽ എത്താൻ തന്നെ സമയം എടുക്കും. അതെ അതെ, നമ്മൾ ബേസിക്സ് ഇങ്ങനെ പഠിച്ച് നോട്ട്സ് ഒക്കെ ആക്കി ഇപ്പൊ 2-3 സബ്ജക്ട് കവർ ചെയ്താൽ തന്നെ നമ്മള് കിങ് ആയി. ഞാൻ ഇങ്ങനെ പറയും ചില കൺസെപ്റ്റ് ഒക്കെ, ഇത് പഠിച്ച രാജാവാന്നൊക്കെ പണ്ട് ആരൊക്കെയോ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഈ നമ്മുടെ കോറ്, ഈ മെഷീൻസും പവർ സിസ്റ്റവും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ 2 സബ്ജക്ട് നമ്മൾ മാറ്റിവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ തുടങ്ങുക, നോട്ടിഫിക്കേഷൻ വരുമ്പോ നമുക്ക് ആ ഒരു ട്രാക്കിൽ, അപ്പോ നമ്മളൊരു നല്ലൊരു സ്റ്റേജിൽ എത്തും. സീറോ അല്ലല്ലോ, അപ്പൊ നമ്മൾ കുറച്ച് ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞു. അപ്പം
എടുത്ത് ചാടുക. അതെ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ അടുത്തൊരു സെറ്റ് ഓഫ് ആൾക്കാരുടെ കൺസേൺ എന്ന് പറയുന്നത് ഇപ്പൊ ചിലർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാം, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ഏജ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പ്രായമല്ല, ഈ പറയുന്ന പോലെ ഒരു കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളൊരു ജോലി ആയിരിക്കണം, അങ്ങനത്തെ പലതരത്തിലുള്ള കൺസേൺസ്, ഈ സൊസൈറ്റൽ പ്രഷേഴ്സ് ഉണ്ടാവാം. നമ്മുടെ നേരത്തെ ശരണ്യ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ചിലപ്പോൾ വേറെ IT-ലോ അങ്ങനെ പല ജോലികളായിട്ട് പോയിട്ടുണ്ടാവും, ഒരു പിയർ പ്രഷർ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? ശരണ്യയുടെ ലൈഫിൽ നിന്ന് അത് എങ്ങനെയാണ് ശരണ്യ ഓവർകം ചെയ്തത്? കാരണം ഈ കാര്യങ്ങളെല്ലാം ശരണ്യ ഫേസ് അതെ, ചെയ്തിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ടും. ഞാൻ ഇപ്പോഴും പറയുന്നത് ബിലീവ് ദി ടൈമിങ്സ് ഓഫ് യർ ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ശരണ്യ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഹസ്ബൻഡ് തന്നെ അന്ന് അവരൊക്കെ കയറിപ്പോയി. അപ്പം ഞാൻ എപ്പോഴും സീറോയിൽ നിൽക്കുകയാണ്. കാരണം അത് നമുക്കും അറിയാം, ഞാനും അത് ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ IT കമ്പനിയിലായിരുന്നു, റിസൈൻ ചെയ്ത് അവരൊക്കെ US-ലേക്ക് പോയി, ഞാനിവിടെയും സീറോ ആയിട്ട് നിൽക്കുന്നു. അപ്പം നമുക്കറിയാം നമ്മൾ എടുത്ത ഡിസിഷൻസ് ഒക്കെ തെറ്റായിരുന്നോ എന്ന് പല ദിവസവും തോന്നും. അത് ഞാനിപ്പോൾ ഈ ജോലി കളഞ്ഞത് തെറ്റായിപ്പോയോ, അല്ലെങ്കിൽ ബാങ്ക് പഠിക്കാതെ തെറ്റായിപ്പോയോ. അപ്പൊ അങ്ങനത്തെ പലതരത്തിലുള്ള ടെൻഷൻസ് ഉണ്ടാവും. കാരണം വേറൊന്നുമല്ല, നമ്മൾ എടുത്ത ഓരോ ഡിസിഷൻസിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ സബ് കോൺഷ്യസ്ലി, വേറെ ആരോടും നമ്മൾ പറയുമൊന്നുമില്ല. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ഭീകരമാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ലിറ്ററലി. അപ്പൊ അതെങ്ങനെയാണ് ശരണ്യയുടെ ലൈഫിൽ നിന്ന് ശരണ്യ അത് ഇത് ചെയ്യുന്നതാണ് ഞാൻ ചോദിച്ചത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ വേറെ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെയാണല്ലോ എന്ന രീതിയിൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ ഞാൻ ബിടെക് പോയപ്പോ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി പോയ എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ അവര് 3 വർഷം കഴിഞ്ഞപ്പോ അവര് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് അവർ PSC കോച്ചിങ് പോയി. ഞാൻ ബിടെക് കഴിയുന്ന സമയത്തായപ്പോ അവർ PSC ഓരോ എക്സാംസ് ഒക്കെ എഴുതി ലിസ്റ്റിലൊക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ ആ ടൈമിൽ ഞാൻ ആലോചിച്ചു, ഞാനും ഡിഗ്രി പോയാൽ മതിയായിരുന്നല്ലോ എന്ന് വെറുതെ ആലോചിച്ചു. എന്തിനാ, KCB ഒക്കെ ആണ് എയിം. പക്ഷെ എന്നിട്ടും നമ്മള് എന്തിനോ ബാക്കിയുള്ളവരെയൊക്കെ വെച്ചിട്ട് നമ്മള് ലേറ്റ് ആവുമോ എന്നൊരു എന്തോ ഒരു കമ്പാരിസൺ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ നടത്തുക. അത് കഴിഞ്ഞ് ബിടെക്കിൽ പ്ലേസ്ഡ് ആയില്ല. പിന്നെ കൂട്ടുകാരെല്ലാം ബിടെക് കഴിഞ്ഞ് എല്ലാവരും ബാങ്ക് കോച്ചിങ് പോയി. ഞാൻ ആ സമയത്തും വേണ്ട, KCB ഉണ്ടല്ലോ എന്ന് കരുതി ഗേറ്റ് പോയി. ഞാൻ ഗേറ്റ് ക്വാളിഫൈ ആയി, ഓഫ് കോഴ്സ് ക്വാളിഫൈ ആയി, NIT-യിൽ അഡ്മിഷൻ കിട്ടി നിൽക്കുമ്പോൾ എന്റെ കൂട്ടുകാർക്കെല്ലാം ബാങ്ക് ജോബ് കിട്ടി. അപ്പോഴും ഞാൻ ഇനി പഠിക്കാൻ പോവാണല്ലോ, എന്റെ കയ്യിൽ ജോലി ഇല്ലല്ലോ, ഇനി ഒരു 2 വർഷം കഴിഞ്ഞല്ലേ ഇനി ഒരു ജോലിയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അപ്പൊ വീണ്ടും അതിൽ തന്നെ ഞാൻ ഡൗട്ട് അടിച്ചു തുടങ്ങി, ഞാൻ എടുത്ത ഡിസിഷൻസ് ഒക്കെ കറക്റ്റ് ആണോ. പിന്നെ MTech 2 വർഷം, അതിനിടയ്ക്ക് RRB JE എഴുതുന്നു, അത് കിട്ടുന്നില്ല. ലോക്കോ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. അപ്പോ ഇങ്ങനെ ഓരോ സമയത്തും ഞാൻ എന്നെ തന്നെ ഡൗട്ട് അടിച്ച കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഒക്കെ ഒരു ആൻസർ എനിക്ക് കിട്ടുന്നത്. എന്തിനു ഞാൻ ബിടെക് പോയി, എന്തിനു ഞാൻ ഗേറ്റ് പോയി, എന്തിനു ഞാൻ MTech ചെയ്തു എന്നതിന്റെ ഒക്കെ ആൻസർ ഇപ്പൊ MTech ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ജോലിയിൽ ഞാൻ നേടിയെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെല്ലാം ഒരു റീസൺ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ ചിലപ്പോൾ ലൈഫിൽ അങ്ങനെയൊക്കെ ഡൗട്ട് തോന്നും. പക്ഷെ ഡൗട്ട് തോന്നും ബിക്കോസ് നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്. അതിലൊന്നും നമ്മൾ ഒട്ടും വീഴാൻ പാടില്ല. നമ്മൾ അതില് സ്റ്റക്കായിട്ട് അവിടെ നിൽക്കാൻ പാടില്ല. എങ്ങനെയാലും നമ്മൾ മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മുന്നോട്ട് പോവാ. ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഇതാ, ഞാൻ എന്തെങ്കിലും ഡൗട്ട് അടിച്ച് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാല് ബാക്കിയുള്ളവർ എന്നെ ഓവർകം ചെയ്ത് മുന്നേക്ക് പോവും. പിന്നെ ഞാൻ ലൂപ്പ് പോലെയാ, മറ്റേ ചുരുളി എന്ന് പറയുന്ന പോലെ തിരിച്ച് ഞാൻ അവിടെ തന്നെ വരും. അതുകൊണ്ട് മുന്നോട്ട് എങ്ങനെയെങ്കിലും പോവാൻ നോക്കുക. ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിൽ എപ്പോഴും പറയും, ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന സമയം എനിക്കുണ്ടായിരുന്നു. ബുക്കൊക്കെ എടുത്തു വെച്ചിട്ട് എന്തിനാ ഞാൻ പഠിക്കുന്നത്, ഏത് എക്സാമിന് വേണ്ടിയാ പഠിക്കുന്നത്, ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ആ പാൻഡമിക്കിന്റെ സമയത്ത് വീട്ടിലിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. രാവിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റാണ് ബുക്കും പിടിച്ചിരുന്ന് ഞാൻ കരയുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ ഒക്കെ ഓവർകം ചെയ്ത് ഞാൻ ഇപ്പൊ അതാണ്, എന്റെ ലൈഫ് ഒരു ആൻസർ ആണ്. ഞാൻ അങ്ങനെ അവിടെ സ്റ്റക്കായി നിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നുള്ളത്. ഇത്രയും എക്സാംസ് ക്രാക്ക് ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അത്ര ബിടെക് വരെയും അത്ര ടോപ്പ് സ്റ്റുഡന്റ് ഒന്നും അല്ലായിരുന്നു. പിന്നീടാണ് ബിടെക്കിന് ചെന്നപ്പോഴാണ് എന്റെ ബെഞ്ചിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന 2 കുട്ടികളും യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് ആയിരുന്നു. അപ്പൊ അവര് പഠിക്കുന്നതൊക്കെ കണ്ടപ്പോഴാണോ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലായത്. ബിക്കോസ് സ്കൂൾ ലെവൽ വരെ ഒരു ഗ്രാമപ്രദേശമാണ്, നോർമൽ കുട്ടികളാണ്, അത്ര എക്സ്പോഷർ കുറവുള്ള കുട്ടികളാണ്. അവിടെ എൻട്രൻസ് കോച്ചിങ് ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ട്, കാരണം കൊല്ലം ടൗണിൽ നിന്ന് ഒരു 19-20 കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിലേക്ക്. അപ്പോൾ
കൊല്ലത്തുണ്ട്, ടൈമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളാരും അങ്ങനെ കൂട്ടുകാരും കോച്ചിങ് ഒന്നും പോവാത്തത് കൊണ്ട് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ട്യൂഷൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതെന്ന് അപ്പൊ ഓരോ എക്സ്പോഷർ തേടി പോകുമ്പോഴാണ് നമുക്ക് ഓരോ ലൈഫിൽ ഓരോ അച്ചീവ്മെന്റ്സ് ഉണ്ടാവുന്നത് എന്ന് അത് വിശ്വസിക്കുന്നു. പിന്നെ അതിന്റെ കൂടെ ഹാർഡ് വർക്കും കൂടി ഉണ്ടാവും. ഹാർഡ് വർക്ക്. അവിടെ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. ഇല്ല ഇല്ല. ഓക്കെ. നമ്മൾ നേരത്തെ മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രിപ്പറേഷൻ്റെ ഒരു ഇന്റൻസിറ്റി നമുക്ക് അങ്ങോട്ട് എക്സാം എടുക്കും തോറും അത് സ്ട്രെസ് കൂടി വരും. അപ്പോൾ സാധാരണ ഒരു ആൾക്ക് എങ്ങനെയാണ് ആ സ്ട്രെസ്സിൽ നിന്ന് ഒരു പരിധി വരെ ഓവർകം ചെയ്യാൻ പറ്റുക? ശരണ്യ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞു ഇപ്പോൾ സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് അങ്ങനെ ഒരു ഈ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു സാധനമാണ്. അതെങ്ങനെയാണ് ഒരു സാധാരണ ഒരാൾക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ടിപ്സ് അവർക്ക് പറയാനുണ്ടോ ശരണ്യ? ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ കുറച്ച് യൂട്യൂബില് ഇങ്ങനെയുള്ള സക്സസ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ആ സമയത്ത് നമ്മുടെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ IAS-കാരുടെ ഒക്കെ സക്സസ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ പഴയ മലയാളം ഫിലിംസ് ഒക്കെ കുറച്ച് ഇടയ്ക്കൊക്കെ കാണുമായിരുന്നു. പിന്നെ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുമായിരുന്നു, ഓപ്പൺ അപ്പ് ആവുമായിരുന്നു. നല്ല രീതിയിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാ. അപ്പോ ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ലൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ അച്ഛനോടും അമ്മയോടും ഒന്നും അധികം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബിക്കോസ് അവർക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പൊ പുള്ളി ഭയങ്കര നല്ല രീതിയിൽ കോൺഫിഡൻസ് തരുമായിരുന്നു. ഞാൻ ഇതുപോലെ എക്സാംസ് ഒക്കെ ടഫ് ആവുമോ, അപ്പം ഞാൻ ഈ പറഞ്ഞൊരു വാക്കില്ലേ, ഒരു എക്സാം നിനക്ക് പാടാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പാടാണ് എന്നുള്ളത് പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നല്ലതാണെന്ന് തോന്നുന്നതൊക്കെ എന്റെ കൂടെ തന്നെ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാരും പറഞ്ഞു തരാറുണ്ടായിരുന്നു. മൊത്തത്തിൽ അങ്ങനെയാണ് നമ്മൾ എന്നെ സ്ട്രെസ്ഡ് അപ്പ് ആക്കാതെ ഞാൻ ഇങ്ങനെ മാക്സിമം ഹാപ്പി ആക്കി കൊണ്ടുപോകും. കാരണം എനിക്കറിയാം ഞാൻ ഡിപ്രസ്ഡ് ആയാല് ഒരു 1-2 ദിവസം ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ പഠിക്കുകയില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ അതിനെ എങ്ങനെയെങ്കിലും ഡീവിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു നോക്കുന്നത്. പക്ഷെ ഒന്നാമത്തെ കാര്യം, ഫിയർ ഓഫ് ഫെയിലിയർ നമുക്ക് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി ടെൻസ്ഡ് ആവും. ഇതെനിക്ക് കിട്ടുമോ, ഈ എക്സാം പാടായിരിക്കോ, അങ്ങനെയൊക്കെ പേടിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. ഇപ്പോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഏതെങ്കിലും ഒരു എക്സാം ഒക്കെ കുറച്ച് ഈസി ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പേടി മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ്ലി എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുക. അതിപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ PSC-യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഒരു ടൈം വെക്കുക, എന്നിട്ട് 100 ക്വസ്റ്റ്യൻസ് ഞാൻ 1A 2B അങ്ങനെ ഇട്ടിട്ട് എഴുതുക. അല്ലാതെ OMR ഒന്നും ബബിൾ ചെയ്യുമല്ലായിരുന്നു, ജസ്റ്റ് അങ്ങനെ എഴുതുമായിരുന്നു. അപ്പോ ഓരോ ടൈം ചെയ്യുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ഇങ്ങനെ കൂടി വരുമ്പോഴൊക്കെ നല്ല കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ ഞാനൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് ആലോചിച്ചായിരിക്കും ചിലപ്പോ എനിക്ക് കൂടുതൽ അങ്ങനെ വരുന്നത്. അപ്പൊ അതിന് ഇട കൊടുക്കാതെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒട്ടും പറ്റുന്നില്ല, ഇപ്പം ഒട്ടും എനിക്ക് പറ്റുന്നില്ല, ഇന്നത്തെ ദിവസം ഭയങ്കര മൂഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഓവർകം ചെയ്യുന്ന രീതിയിൽ ചിലർക്ക് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ സിനിമ കാണാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ബേസിക്കലി നമ്മളുടെ ഈ സ്ട്രെസ് ഇതെല്ലാം ശരണിക്ക് തോന്നുന്നു നമ്മൾ ഇനാക്റ്റീവ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. അതെ അങ്ങനെയാണ്. ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് അങ്ങനെയുള്ള തോട്ട്സ് കൂടുതൽ വരുന്നത്. ആക്റ്റീവ് ആയിട്ട് രാവിലെ തൊട്ട് പഠിച്ച ഒരാൾക്ക് അങ്ങനെ വരില്ല. രാവിലെ തൊട്ട് പഠിക്കാതിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഇത്രയും സമയം വേസ്റ്റ് ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നെ ആ ലൂപ്പിലേക്ക് പോവാണ്. അത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. കുറച്ചുനാൾ കഴിയുമ്പോൾ മനസ്സിലാവും ഇതാണ് എന്റെ ഡിപ്രഷന് കാരണം, അല്ലെങ്കിൽ ഇതാണ് എന്റെ വിഷമത്തിന് കാരണം എന്ന് മനസ്സിലാവും. അപ്പൊ അത് ഇല്ലാതാക്കാൻ നോക്കുക, അങ്ങനെയേ ഉള്ളൂ. ഈ ഒരു അത്രയും സ്ട്രെസ്ഡ് ആയിരുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ആരുടെ എന്തെങ്കിലും ഒരു സപ്പോർട്ട്, അതായത് മറക്കാൻ പറ്റാത്തൊരു സപ്പോർട്ടോ, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞു ഫാമിലി ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഏതെങ്കിലും ഒരു എടുത്തു പറയത്തേക്ക് എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഈ പറയുന്ന പോലെ ഈ സ്ട്രെസ്, കാരണം അത് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സാക്രിഫൈസ് ആവാം, അല്ലെങ്കിൽ ഒരു വാക്കാവാം, ഒരു കൺസോൾ ചെയ്യുന്നതാവാം, എന്തെങ്കിലും അങ്ങനത്തെ ഓർമ്മിച്ചെടുക്കാൻ വരുന്നുണ്ടോ? അങ്ങനെ ഒരാളുടെ നല്ല, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എന്റെ ഇൻലോസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ആക്ച്വലി എക്സാം അടുത്തൊരു കുറച്ച് ടൈമിൽ ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിന്നായിരുന്നു പഠിക്കുന്നത്. അപ്പൊ വീക്കിലി ഇൻലോസ് എന്നെ കാണാൻ വരുമ്പോൾ അവരിങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സും അതൊക്കെ ആയിട്ട് വരും. അത്രമാത്രം സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ നമ്മുടെ എക്സാംസ് ഒക്കെ രാവിലെ ആണല്ലോ, അപ്പൊ ആ ടൈമിൽ നമുക്ക് ബസ്സൊക്കെ അങ്ങനെ വരുന്ന പാടാണല്ലോ. അപ്പൊ എന്നെ കൊണ്ടുവരുന്നതെല്ലാം എന്റെ ഫാദർ ഇൻ ലോ ആയിരുന്നു. എന്റെ അച്ഛൻ സ്ഥലത്തില്ല, അച്ഛൻ ഒമാനിലാണ്. അപ്പൊ ഫാദർ ഇൻ ലോ ആയിരുന്നു. അപ്പൊ ആ രീതിയിൽ അവരൊക്കെ വളരെ സപ്പോർട്ട്. അപ്പം എല്ലാരും അവരുടെ കുറെ ടൈം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോ സമയം ഇന്റർവ്യൂ വരുമ്പോഴും എന്നെ തിരുവനന്തപുരം വരെ കൊണ്ടുവരണം. അപ്പൊ അതൊക്കെ ഞാൻ ആ രീതിയിൽ അവരോടൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ
സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു വരാനൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ അവരൊക്കെയാണ് കൂടുതൽ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ എനിക്ക് വേണ്ടി അവർ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ. ബേസിക്കലി ഞാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ശരണ്യ പറയുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക്, കാരണം എല്ലാവരുമായിട്ടും ഈ കാര്യങ്ങളെല്ലാം ശരണ്യ ഷെയർ ചെയ്തിരുന്നു. നമ്മൾ ഓപ്പൺ ചെയ്താൽ മാത്രം, കാരണം നമ്മളൊരു ഒരു റൂമിലിരുന്ന് മാത്രം ചെയ്ത് നമ്മുടെ പഠനം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ അറിയണമെന്നുമില്ല, ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ഒരു ഗ്രൂപ്പ്, അതായത് കഴിയുന്നതും ഒരു എപ്പോഴും എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ കുട്ടികൾ പഠിക്കുമ്പോൾ അവർ ബാക്കി എല്ലാത്തിൽ നിന്നും കട്ട് ചെയ്യും. ഫ്രണ്ട്സുമായിട്ട് കോൺടാക്ട് ഇല്ല, ഒന്നുമില്ല. അപ്പം ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന്, കാരണം എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതിൽ പഠിത്തം മാത്രമല്ലല്ലോ, അതിൽ നമ്മുടെ സ്ട്രെസ് ഓവർകം ചെയ്യാനുണ്ട്. നമ്മളൊരു സോഷ്യൽ അനിമൽ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളെല്ലാം വേണം. അപ്പം അതിന് നമ്മൾ ഓപ്പൺ അപ്പ് ആവുക, നമ്മുടെ ഒരു നല്ലൊരു സർക്കിൾ ഉണ്ടാക്കുക, നേരത്തെ പറഞ്ഞ പോലെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് നല്ലൊരു സർക്കിൾ ഉണ്ടാക്കി എടുക്കുക, അതിൽ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ചില ആൾക്കാർ, ഞാൻ എടുത്ത് ചോദിക്കുന്നത് വെച്ചാൽ, ചില ആൾക്കാർ ഇപ്പം ഞാൻ പഠിക്കുന്നത് അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ ശരണ്യ നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് സ്റ്റഡി, അപ്പോൾ അത് ഓൺലൈൻ നമുക്കിപ്പോൾ നേരിട്ട് കാണണമെന്നോ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യണമെന്നോ ഒന്നുമില്ല. കാരണം അതൊക്കെ ടൈമും നമുക്ക് സമയമില്ലാത്ത സമയത്ത് നമുക്ക് അതൊക്കെ ഒരുപാട് ടൈം പോകുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഓൺലൈനായിട്ടൊരു ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ഈ പറയുന്ന പോലെ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടില്ലേ? ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ആണെങ്കിലും, പഠിക്കാനാണെങ്കിലും, ഒരു മെന്റൽ സപ്പോർട്ട് ആണെങ്കിലും, കാരണം നമ്മുടെ പ്രശ്നങ്ങൾ അവർക്കും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്, ആ ഒരു സർക്കിളിനെ, അല്ലെങ്കിൽ ആ ഒരു രീതി, പഠന രീതി എങ്ങനെയാണ് കാണുന്നത്? ഒരു ഇങ്ങനെയുള്ള ഗ്രൂപ്പ്, നമ്മുടെ ആ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒരേ എയിമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കുള്ള കൺഫ്യൂഷൻസും അതെല്ലാം കോമൺ ആയിരിക്കും. നമുക്കപ്പോ എനിക്കിപ്പോ ഇങ്ങനെ ഒരു ഡൗട്ട്, എനിക്ക് ഓർമ്മയുണ്ട്, സബ് എഞ്ചിനീയറിന്റെ ആണോ ഏതോ ഒരു എക്സാമിന് കുറച്ചുനാൾ മുന്നെയാണ് റിട്ടയർമെന്റ് ഏജ് 60 ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നത്. അപ്പോഴേക്കും എല്ലാരും 60 ആക്കിയുണ്ടാവും. വേക്കൻസി, ഈ വിചാരിക്കുന്ന വേക്കൻസി ഒന്നും ഇല്ല, ഈ ഒരു 3 കൊല്ലത്തേക്കില്ല. അപ്പം ഇനി ഈ എക്സാം എഴുതിയിട്ട് എന്താ കാര്യം? അപ്പൊ അങ്ങനെ അപ്പൊ ആ ഒരു ഡൗട്ട് വന്നപ്പോ ഞങ്ങള് ഈ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു 1 hour ഞങ്ങള് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫറൻസ് കോളൊക്കെ ഇട്ടിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഡൗൺ ആയിരിക്കുന്ന ആ ഒരു സമയത്ത് എല്ലാവരും സംസാരിച്ചാണ് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ മോട്ടിവേറ്റഡ് ആയി. ഇല്ല, നമുക്ക് പഠിക്കാം, വേക്കൻസി ഒക്കെ എന്തായാലും വരും, ഇതൊന്നും ഇംപ്ലിമെന്റ് ആവില്ല. അതെനിക്ക് തോന്നുന്നു സബ് എഞ്ചിനീയർ എക്സാമിന് ഒരു 1 week എന്തോ മുന്നേ ആണ്. കാരണം അത്ര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമിലാണ് അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാരും കൂടി ഡിസ്കസ് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻറ്റേജ് ആയി. എല്ലാവരും ഒന്നിച്ചതിനെ ഓവർകം ചെയ്തു. ആ ആള് പഠിക്കാൻ പോവാണെങ്കിൽ ഉറപ്പായി ഞാനും പഠിക്കാൻ പോവുമല്ലോ, ഞാൻ അവിടെ മടി പിടിച്ചിരിക്കില്ലല്ലോ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഗ്രൂപ്പിലിടുക. അതിനെക്കുറിച്ച് പിന്നെ ഒരു ആക്റ്റീവ് ഡിസ്കഷൻ വരും, ഷെയർ ചെയ്യും. നല്ല രീതിയിൽ ഓരോരുത്തർ എവിടെ വരെ പഠിച്ചെത്തി, സിലബസ് ഫോളോ ചെയ്യുന്നുണ്ടോ, അതെല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ടൈമിൽ വിചാരിച്ച പോസ്റ്റിൽ തന്നെ എല്ലാവരും ജോലിക്ക് കയറി. ഇതിൽ ഒരു കാര്യം കൂടി ഇല്ലേ, ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലുതാവാനും പാടില്ല. അപ്പോൾ അവിടെ അൺനെസസറി പൊളിറ്റിക്സ് വരും, അല്ലെങ്കിൽ ഡിസ്കഷൻസ് അൺനെസസറി ഏരിയയിലേക്ക് പോകും. ലെസ് ദാൻ 10 members ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും. അത് വേണം. കാരണം ഈ പറയുന്നത് നമ്മൾ വെറുതെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അതിൽ പിന്നെ ബാക്കി സിനിമാ കഥ വരെ പറയുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളിപ്പോ ഈ എക്സാമിന് വേണ്ടി ഇപ്പൊ ശരണ്യ അച്ചീവ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് എത്താനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പലരും ഒരു ടോപ്പ് റാങ്ക് കിട്ടി ഒരു ജോലിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാനായിട്ട് ശരണ്യയുടെ ഈ ഒരു എക്സ്പീരിയൻസ് നിന്ന് ഒരു സക്സസ് ടിപ്സ് എന്താണ്? എനിക്ക് തോന്നുന്ന ഒരു 4-5 കാര്യങ്ങൾ പറയാമോ? ടിപ്സ്, ഒന്നാമത്തത് ഹാർഡ് വർക്ക് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നമ്മൾ വർക്ക് ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന സമയം പഠിക്കുക. അതിനിടയിൽ വേറെ വർക്കിനൊന്നും പോകാതെ ഒരു മാക്സിമം ഒരു സ്പാനിൽ, അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്യുക, ഒരു കൺസെപ്റ്റ് ഇന്ന് തീർക്കണം എന്ന് എയിം ചെയ്താൽ അത് ചെയ്യുക. അത് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കൂട്ടുകാരെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം ഇവൻ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവരിൽ നിന്ന് പോസിറ്റീവായിട്ട് ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ അവിടെ കട്ട് ചെയ്യുക കുറച്ച് നാളത്തേക്കെങ്കിലും. കാരണം നെഗറ്റിവിറ്റിക്ക് നമ്മളെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പഠിക്കുന്നവരല്ലേ. അപ്പോൾ കുറച്ച് നാള് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ നമ്മുടെ ഒരു ഹെൽത്ത് നോക്കുക, മെന്റൽ ഹെൽത്ത് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒത്തിരി നമ്മൾ സ്ട്രെസ്ഡ് അപ്പ് ആവാതെ, തോൽവിയെ പേടിക്കാതെ, അതായത് ഫെയിലിയർ വരും എന്ന് ചിന്തിക്കുകയോ ചെയ്യാതെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എനിക്ക് റിവൈസ് ചെയ്യാതെ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം അത് ശരിയാവില്ല എന്ന്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് ഓർത്തെടുത്താൽ ചിലപ്പോൾ ഒട്ടും കിട്ടില്ല എന്ന് തോന്നും. അപ്പം ആക്റ്റീവായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രോപ്പർ നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. നോട്ട്സ് ഞാൻ ഈ പറഞ്ഞതുപോലെ ട്രിം ചെയ്യണം. അതായത് ആദ്യമേ നിങ്ങളൊരു വലിയ ബുക്ക് നിറയെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ട്രിം ചെയ്തെടുക്കാൻ പറ്റണം. ചില കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനെ അവിടെ തന്നെ വെച്ചിട്ട് പതിയാത്ത കാര്യങ്ങൾ ബാക്കി നോട്ട്സ് ട്രിം ചെയ്തിട്ട് കീപ്പ് ചെയ്യാം. അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, നമ്മൾ ഉൾപ്പെടുന്ന ഈ ജനറേഷൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണെന്ന് പറയാം. അത് നമുക്ക് പോസിറ്റീവായിട്ടും ഇതായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക? കാരണം അതിലെ കണ്ടന്റ് വളരെ കുറച്ച് അഡിക്റ്റീവ് നേച്ചറുമാണ്, മാത്രമല്ല കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിൽ അഡിക്റ്റഡ് ആവും. അതെങ്ങനെയാണ് ആ ഒരു, കാരണം സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ് ശരണ്യ, അപ്പോൾ എങ്ങനെയാണ് ഈ പഠനത്തിനോടൊപ്പം അതൊന്ന് ബാലൻസ് ചെയ്തത്? സോഷ്യൽ മീഡിയ എന്നല്ല, എനിക്ക് ഫോൺ ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. അതായത് കുറച്ചു നേരം പഠിക്കാൻ ഇരിക്കുമ്പോൾ പിന്നെ ഫോണിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നോ, സൈലന്റിലാക്കി വെച്ചിട്ടായിരിക്കും പഠിക്കാനിരിക്കുക. പക്ഷെ എന്നാലും ഇങ്ങനെ തോന്നും എന്തെങ്കിലും വന്ന് കാണുമോ, ഒന്ന് പോയി നോക്കണം എന്നൊരു, എപ്പോഴും ഫോൺ എടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇൻസ്റ്റയിൽ പോവും, ഫേസ്ബുക്ക് പോവും, യൂട്യൂബ് പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പോ ഞാൻ അതിന് ചെയ്തത്, ഞാൻ ഫോൺ ഉപയോഗിക്കാൻ കുറച്ച് ടൈം കൊടുത്തു എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് ഫോൺ കൂടുതലും ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് എന്തെങ്കിലും നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് കുറച്ചു നേരം ഫോണിന് കൊടുത്തു. അപ്പം നോർമലി ആ ഒരു ടെൻഡൻസി കുറച്ച് കുറഞ്ഞു കിട്ടി. പിന്നെന്താന്ന് വെച്ചാല്, ഞാൻ ഇപ്പൊ ഡെയിലി നമുക്കൊരു ടു ഡു ലിസ്റ്റ് കാണുമല്ലോ. അപ്പൊ അത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇന്നെന്താണ് തീർക്കണ്ടേന്നുള്ളതിന്റെ ഒരു പ്ലാൻ നമുക്ക് ഓഫ് കോഴ്സ് കാണണമല്ലോ. അപ്പൊ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഞാൻ എന്റെ ഫോണിന്റെ വാൾപേപ്പർ ആക്കി. ഞാൻ ഓരോ സമയം ഫോൺ എടുക്കുമ്പോഴും എനിക്കത് കാണാമല്ലോ, ഇതൊക്കെയായിരുന്നു ഇന്ന് ചെയ്യേണ്ടത്, ഇപ്പൊ ഫോണും കൊണ്ട് ഇരിക്കുവാണ് എന്നൊരു ഇത് വരും എന്ന് കരുതി അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തത്, ഞാൻ ഈ റിവൈസ് ചെയ്യാൻ നേരത്ത് ഞാൻ കുറെ നേരം നമ്മൾ ചിലപ്പോൾ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു മടി വരാറുണ്ട്. അപ്പൊ ഞാൻ അത് അഡോബ് സ്കാനോ എന്തെങ്കിലും വെച്ചിട്ട് നോട്ട്സ് ഫോണിൽ സ്കാൻ ചെയ്തിട്ട് കിടന്നുകൊണ്ട് ഫോണിൽ ഞാൻ ആ PDF ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോ ഫോൺ എടുത്തെന്നുമായി. അപ്പൊ എനിക്ക് ബുക്ക് നോക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് സൂം ഒക്കെ ചെയ്ത് വൃത്തിക്ക് പിന്നെ ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ പഠിക്കാലോ. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കിടക്കണം, കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണിക്കും. ബുക്ക് കൊണ്ട് കിടന്നാൽ എന്തായാലും ഉറങ്ങിപ്പോകും. അപ്പൊ ഞാൻ കറക്റ്റ് ഫോൺ എടുത്ത് വെച്ചിട്ട് കിടക്കും. അപ്പൊ എനിക്ക് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് അതെനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയായിരുന്നു ഞാൻ ചെയ്തതിൽ വെച്ചിട്ട്. അങ്ങനെ ഞാൻ അഡോബ് സ്കാനിൽ സ്കാൻ ചെയ്ത് എന്റെ നോട്ട് തന്നെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ ഒന്നും അൺഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പോയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഓരോ സ്റ്റോറി ഇടുക, സിനിമ കാണുക, അങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്നെ ഒന്ന് കംഫർട്ടബിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മിതമായി ഓരോന്നും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. അതെ, അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തത്. പിന്നെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത കുറെ പേരെ എനിക്കറിയാം. ഈ 2-3 കൊല്ലം ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ആയിട്ട് നിന്ന ആൾക്കാരെ എനിക്ക് അറിയാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണ്ടിയാണല്ലോ, നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് നമ്മുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയാണല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു യൂസ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ അതൊക്കെ കളയാണ്ട് തന്നെ എന്റെ ഫോണിൽ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരു പെർട്ടിക്കുലർ ടൈം അതിന് കൊടുത്തു. അങ്ങനെയായിരുന്നു. കാരണം കംപ്ലീറ്റ്ലി ഈ 3 വർഷം എന്താ സൊസൈറ്റിയിൽ നടന്നേ, എന്താ സോഷ്യൽ മീഡിയയിൽ നടന്നേന്ന് അറിയാതെ പോകരുതല്ലോ. 3 കൊല്ലം ഞാൻ ജീവിച്ചത് തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അതായത് ഇതിന് ഇങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നും ഇല്ല. നമ്മളുടെ കംഫർട്ട് അനുസരിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പഠനം നടക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് രീതിയിൽ ചെയ്യാം. നമ്മുടെ റിക്വയർമെന്റ് എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പം ആ രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോവാ. ഓക്കെ. ശരണ്യ, ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിലേക്ക് വരാൻ പോകുന്ന ആൾക്കാരോട് ശരണ്യക്ക് പറയാനുള്ള, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടല്ലോ, അപ്പോൾ അവരോട് എന്താണ് ശരണ്യക്ക് പറയാനുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാല്, നമ്മള് പാസ്റ്റിൽ എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ വിഷയമല്ല. അതായത് നിങ്ങൾ സ്കൂളിൽ എങ്ങനെ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഏത് കോളേജിലാണ് പഠിച്ചത്, അല്ലെങ്കിൽ കോളേജിൽ നിങ്ങൾ റാങ്ക് ഹോൾഡർ ആയിരുന്നോ, അതൊന്നും ഒരു വിഷയമല്ല. അതായത് പാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം അറ്റ് പ്രസന്റ് നിങ്ങളൊരു ഒരു വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കണം നമ്മൾ ഇനി ഓർക്കേണ്ടത്. അതായത് ആ ഒരു ജേർണി മാക്സിമം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവുക. നമ്മൾ എയിം ചെയ്ത ആ ഒരു ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ വർക്ക് ചെയ്യുക.
കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും, ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും, ഈവൻ സപ്പോർട്ട് ചെയ്താലും അതായത് സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യുക. ഇപ്പോ ഞാനാണെന്നുണ്ടെങ്കിലും എന്റെ ഫാമിലിയിൽ ആരും ഇപ്പൊ എന്നെ അത്രമേൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അവിടെ കോമ്പീറ്റ് ചെയ്യേണ്ടത് എന്നെ തന്നെയായിരുന്നു. അതായത് എന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത്, ഞാൻ വളരെ ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളാണ്. ഒട്ടും ഒരു മനസ്സിന് ഒരു കട്ടിയും ഇല്ലാത്ത ഒരാളെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് അവിടെ കോമ്പീറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ആ ചെയ്യേണ്ടത് എന്റെ മനസ്സിനോട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ എന്റെ സെൽഫായിട്ടായിരുന്നു എനിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ചുറ്റുമുള്ള എന്ത് ഒരു തടസ്സങ്ങൾ ഉണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്ത് വരാനുള്ള ഒരു സ്ട്രെങ്ത് നമ്മൾ തന്നെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ട് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹാർഡ് വർക്കിന് ടാലന്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി സമയമെടുത്ത് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസം 24 hours ഉണ്ട്. അപ്പോൾ നമ്മളതിലൊരു 5-6 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാലും, അപ്പൊ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാൻ അവിടെ ടൈം ഉണ്ടാവും. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആ ടൈമിൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പാൻ എന്താണോ അതിൽ നിങ്ങൾ പഠിക്കുക, വർക്ക് ചെയ്യുക, മാക്സിമം വർക്ക് ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നതെല്ലാം കൺസെപ്ച്വലി വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. അല്ലാതെ ജസ്റ്റ് എന്തിനെങ്കിലും വേണ്ടി പഠിക്കാതെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചാൽ ഇനി വരുന്ന എല്ലാ എക്സാംസിനും അതായത് പിന്നെ നിങ്ങൾക്ക് അതൊന്നും കൂടി ഇത്രയും ടൈം എടുത്ത് പഠിക്കേണ്ട ആവശ്യം വരില്ല. ഒരു തവണ അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായി അത് നമ്മുടെ കയ്യിൽ കാണും. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വരിക. ഈ പറയുന്ന പോലെ എക്സാംസ് എപ്പോഴാ വരികയെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ഇപ്പോൾ ആദ്യം പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇലക്ട്രീഷ്യന്റെ എക്സാമിനാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോഴും സബോ എയോ AP ഒക്കെ എനിക്ക് കിട്ടുമെന്നോ അല്ലെങ്കിൽ ആ എക്സാം അതൊന്നും എനിക്ക് എന്റെ മൈൻഡിലേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമേ വേക്കൻസീസ് അതൊന്നും ഞാൻ ആലോചിച്ചതേ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇതൊക്കെ എന്തോ ഇതിന് വന്നു. അപ്പം അങ്ങനെ തന്നെ വിശ്വസിക്കുക, എല്ലാ എക്സാംസും വരും, എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു എയിം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. പിന്നെ ഈ പറയുന്ന പോലെ എന്റെ അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ഒന്നും അല്ലായിരുന്നു. വളരെ നോർമൽ, അത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പോ എനിക്ക് അതൊന്നും ഒരു മാറ്ററേ അല്ല. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 10 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. അപ്പൊ അത് കഴിഞ്ഞ് +1 എത്തിയപ്പോ ഫസ്റ്റ് ഫിസിക്സിലെ ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ആയിരുന്നു. അപ്പോ ഈ വെലോസിറ്റിയുടെ ഒക്കെ ഡയമെൻഷൻ പറയുമ്പോ സ്ഥാനാന്തരം ബൈ സമയം എന്ന് പഠിച്ച് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് വരുന്നത്, ത്വരണം, ജഡത്വം, ആക്കം എന്നൊക്കെ പഠിച്ചു വന്ന ഞാൻ ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് ടേം പഠിച്ചതൊക്കെ എനിക്ക് വളരെ ചലഞ്ചിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ സമയത്തും നമുക്ക് ഓരോ ഡിഫിക്കൽട്ടീസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് വരണം. എല്ലാവർക്കും വലിയൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.